നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസുകളെ കുറിച്ചാണ് അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസുകളെ കുറിച്ചാണ്. അപ്പോ എന്താണ് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പോയിന്റുകളിലും പൊട്ടൻഷ്യൽ തുല്യമായിട്ടുള്ള സർഫസുകളെയാണ് നമ്മൾ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസുകൾ എന്ന് വിളിക്കുന്നത് അല്ലെ. എല്ലാ പോയിന്റുകളിലും പൊട്ടൻഷ്യൽ തുല്യമായിട്ടുള്ള സർഫസുകളെയാണ് നമ്മൾ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഡസ് നോട്ട് ഇന്റർസെക്ട് വിത്ത് ഈച്ച് അതർ. Work done to move a charge along equipotential surface equal to 0. Electric field lines must be perpendicular to equipotential surface, and stronger the electric field, closer the equipotential surface. പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. Stronger the electric field, closer the equipotential surface. അങ്ങനെ 4-5 പ്രോപ്പർട്ടീസ് അവരുടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു equipotential surfaceന്റെ. യെസ്, അതിന്റെ കണ്ടിന്യൂവേഷൻ ആണെന്ന് മക്കളെ. അതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. അതായത് യെസ്, ഒരു പോയിന്റ് ചാർജിന്റെ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്താണ്? ഒരു പോയിന്റ് ചാർജിന്റെ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിന്റെ ഷേപ്പ് എന്താണ്? ഒരു പോയിന്റ് ചാർജിന്റെ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിന്റെ ഷേപ്പ് എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ സാധാരണ ഷേപ്പ് നമ്മളോട് വരയ്ക്കാൻ പറയാറുണ്ട്. അപ്പൊ ഇതൊരു പോയിന്റ് ചാർജ് ആണ്, ക്യൂ എന്ന് വിചാരിക്കാം. യെസ്, ഇതൊരു പോയിന്റ് ചാർജ് ആണ് മക്കളെ, ക്യൂ എന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യാം, പി. ഒരു പി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ചാർജിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആറാന്ന് വിചാരിക്കാം. ചാർജിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ വാട്ട് ഈസ് പൊട്ടൻഷ്യൽ അറ്റ് പി? ഒന്ന് ശ്രദ്ധിച്ച് പറഞ്ഞോക്കിക്കേ. പൊട്ടൻഷ്യൽ അറ്റ് പി എന്തായിരിക്കും? പൊട്ടൻഷ്യൽ അറ്റ് പി ഈക്വൽ ടു ചാർജിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ അറ്റ് പി ഇക്വേഷൻ നമ്മൾ പഠിപ്പിച്ചതാണ് 1/4πε0 Q/R. 1/4πε0 Q/R എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. യെസ്, 1/4πε0 Q/R. അതില് Q എന്ന് പറയുന്നത് നമ്മുടെ ഈ ചാർജ്, R എന്ന് പറയുന്നത് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ P എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ വരുന്നത് 1/4πε0 Q/R എന്നാണ്. അതിൽ R എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഡിസ്റ്റൻസ് ആണ്. R എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. ഇതേ ഡിസ്റ്റൻസിൽ ഇപ്പൊ R അതേ ഡിസ്റ്റൻസിൽ ഞാൻ വേറൊരു പോയിന്റ് കണക്ട് ചെയ്തു തരിക. ഇവിടെ മറ്റൊരു പോയിന്റ് ഞാൻ വരച്ചു, അതും R ഡിസ്റ്റൻസിൽ തന്നെയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവന്റെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും ഒന്ന് പറഞ്ഞാൽ. ഇത് നമുക്ക് അടുത്ത പോയിന്റ് എടുക്കാം. Q എന്ന് വേണ്ട, R എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കാം. അപ്പൊ P എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും R എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും എന്താണ് മക്കളെ? സെയിം ആണ്. അപ്പൊ P യുടെ പൊട്ടൻഷ്യലും R യുടെ പൊട്ടൻഷ്യലും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലെ. ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പൊ ഡിസ്റ്റൻസ് സെയിം ആയ സ്ഥിതിക്ക് ഇതിലെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. ഇനി R എന്നുള്ള ഡിസ്റ്റൻസിൽ ഞാൻ വേറൊരു പോയിന്റ് എടുത്തുകൊണ്ടിരിക്കുക, S. മക്കളെ പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും അല്ലെ. അപ്പൊ R എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് ചെയ്യാം? ഈ ചാർജിന് ചുറ്റും ഓരോ പോയിന്റുകൾ എന്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ പോയിന്റുകളിലൊക്കെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും മക്കളെ? സെയിം ആയിരിക്കും അല്ലെ. അതായത് ഇതാ നോക്കുക, ഞാൻ ഇവിടെ കുറെ പോയിന്റുകൾ വരയ്ക്കുന്നുണ്ട്. കേട്ടോ, ഇവിടെ ഞാൻ കുറെ പോയിന്റുകൾ വരയ്ക്കുന്നുണ്ട്. ഈ പോയിന്റുകളിലൊക്കെ പ്രത്യേകത എന്താ? കുറെ പോയിന്റുകൾ വരയ്ക്കുന്നുണ്ട്. ഈ പോയിന്റുകളൊക്കെ പ്രത്യേകത എന്താ? ഈ പോയിന്റുകളൊക്കെ R ഡിസ്റ്റൻസ് അകലത്തിലാണ്. ശരിയല്ലേ? ചാർജിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലത്തിലുള്ള പോയിന്റുകളാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ഇവിടെ വരച്ചിട്ടുള്ള എല്ലാ പോയിന്റുകളും ചാർജിൽ നിന്ന് R ഡിസ്റ്റൻസ് അകലത്തിലാണ്. അപ്പൊ എല്ലാ പോയിന്റുകളുടെയും പൊട്ടൻഷ്യൽ എന്താണ് മക്കളെ? സെയിം ആണ്. എന്തുകൊണ്ടാണ് സെയിം ആയേ? ചാർജിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്താണ്? സെയിം ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ സെയിം ആയി. അപ്പൊ ഈ സാധനം എന്ന് പറയുന്നത് ഒരു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആയി. അപ്പൊ ഒരു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആയി. അപ്പൊ ഒരു ചാർജിന്റെ, ഒരു പോയിന്റ് ചാർജിന്റെ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത് മക്കളെ ആ ചാർജിന് ചുറ്റും വരയ്ക്കുന്ന എന്താണ്? ആ ചാർജിന് ചുറ്റും വരയ്ക്കുന്ന സ്ഫിയർ ആണ് അല്ലെ. സർക്കിൾ ആണെന്ന് പറയുന്നത് സർക്കിൾ ആണെന്നല്ല നമ്മൾ അതിന് പറയണേ. 3 ഡയമെൻഷൻ കേട്ടോ. നമ്മളെ സ്പേസിൽ കൺസിഡർ ചെയ്യണം. അപ്പൊ സ്പേസിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ചാർജിന് ചുറ്റും വരയ്ക്കുന്ന സ്ഫിയർ ആണ് കേട്ടോ. ബോർഡിൽ നമുക്ക് സർക്കിൾ വരയ്ക്കാൻ പറ്റുമോ? എന്ന് വെച്ചാൽ സർക്കിൾ അല്ല, സ്ഫിയർ. അപ്പൊ ഒരു ചാർജിന് ചുറ്റും വരയ്ക്കുന്ന സ്ഫിയർ ആണ് അതിന്റെ ഇക്യൂ പൊട്ടൻഷ്യൽ
സർഫസ്. ക്ലിയർ ആയോ മക്കളെ? ഒരു ചാർജിന് ചുറ്റും വരയ്ക്കുന്ന ഒരു പോയിന്റ് ചാർജിന് ചുറ്റും വരയ്ക്കുന്ന സ്ഫിയർ ആണ് അതിന്റെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്. എന്തുകൊണ്ടാണ് ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആയേ? ആ സ്ഫിയറിലേക്കുള്ള എല്ലാ ഡിസ്റ്റൻസുകളും എന്താണ് മക്കളെ? തുല്യമാണ്. എല്ലാ ഡിസ്റ്റൻസുകളും തുല്യമായതുകൊണ്ട് ആ സ്ഫിയറിലുള്ള എല്ലാ പോയിന്റിലേക്കുള്ള പൊട്ടൻഷ്യലും മക്കളെ ഈക്വൽ ആയിരിക്കും. സോ ദ സ്ഫിയർ അറൗണ്ട് എ ചാർജ് is an equipotential surface. Clear? അതൊരു equipotential surface ആണ്. ക്ലിയർ ആയോ? യെസ്. അപ്പോ ഒരു ചാർജിന് ചുറ്റും വരയ്ക്കുന്ന ഒരു പോയിന്റ് ചാർജിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോയിന്റ് ചാർജിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ ഷേപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് എ സ്ഫിയർ. ക്ലിയർ അല്ലേ മക്കളെ? അതൊരു സ്ഫിയർ ആണ്. അപ്പൊ നോക്കൂ, ഞാനൊരു പോയിന്റ് ചാർജ് വരയ്ക്കുന്നു. ആ പോയിന്റ് ചാർജ് Q ആണ്. എത്ര സ്ഫിയർ വരയ്ക്കാൻ പറ്റും ഒരു ചാർജിന് ചുറ്റും? എത്ര സ്ഫിയർ വരയ്ക്കാൻ പറ്റും ഒരു ചാർജിന് ചുറ്റും? കുറെ സ്ഫിയർ വെച്ചൂടെ? അപ്പൊ എത്ര ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഉണ്ട് ഒരു ചാർജിന് ചുറ്റും? ഇൻഫൈനൈറ്റ്ലി മെനി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഉണ്ട്. അപ്പൊ ഒരു ചാർജിന് ചുറ്റും എത്ര ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഉണ്ട്? ഇൻഫൈനൈറ്റ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഉണ്ട്. എത്ര സ്ഫിയർ വരയ്ക്കാൻ പറ്റും? ഇൻഫിനിറ്റി സ്ഫിയർ വരയ്ക്കാൻ പറ്റും. അപ്പൊ ഒരു ചാർജിന് ചുറ്റും വരയ്ക്കുന്ന സ്ഫിയറുകളാണ് മക്കളെ അതിന്റെ ഇക്വിപൊട്ടൻഷ്യൽ ആയിട്ടുള്ള എന്താ മക്കളെ? സർഫസുകൾ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്താണ് കാണുന്നത് വിചാരിക്കുന്നത്? ഇതൊക്കെ എന്താണ് മക്കളെ? ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളാണ് കേട്ടോ. അപ്പൊ ഒരു ചാർജിന് ചുറ്റും വരയ്ക്കുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസുകളാണ് ഈ കാണുന്നതൊക്കെ. ക്ലിയർ ആണല്ലോ മക്കളെ? ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ല. യെസ്, ഓക്കെ. അപ്പൊ അത് നോട്ട് ചെയ്തോളൂ. ഒരു പോയിന്റ് ചാർജിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത് ആ പോയിന്റ് ചാർജിന് ചുറ്റും വരയ്ക്കുന്നതാണ്. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത സംഭവം നോക്കാം. ഒരു ഡൈപോളിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് നോക്കട്ടെ മക്കളെ. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഓഫ് ഡൈപോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഓഫ് എ ഡൈപോൾ. ഒരു ഡൈപോളിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എല്ലാവരും നോക്കണ്ടോ? ഒരു ഡൈപോളിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. യെസ്. എന്താണ് ഒരു ഡൈപോൾ എന്ന് പറയുമ്പോൾ? പറഞ്ഞേ, എന്താണ് ഡൈപോൾ എന്ന് പറയുമ്പോൾ? രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജുകൾ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. അതാണ് ഡൈപോൾ അല്ലെ? ഒരു പ്ലസ് ചാർജും ഒരു മൈനസ് ചാർജും. ഒരു പ്ലസ് ചാർജും ഒരു മൈനസ് ചാർജും എന്ത് ചെയ്തിരിക്കുന്നു മക്കളെ? സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന ഡൈപോൾ എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ പറയാൻ പോകുന്ന ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഓഫ് എ ഡൈപോൾ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഒരു പ്ലസും ഒരു മൈനസ് ചാർജും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മക്കളെ ഡൈപോളിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് ബൈഹാർട്ട് വരയ്ക്കും. ഈ ബൈഹാർട്ട് പഠിക്കേണ്ട എല്ലാവരും കൂടെ നോക്കിയിരിക്കുക. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു നോക്കാം. ഇത് പ്ലസ് ക്യൂ ആണ് മക്കളെ, ഇത് മൈനസ് ക്യൂ ആണ്. ഓക്കെ. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാർജിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യാം? ഒരു പോയിന്റ് അസ്യൂം ചെയ്യാം. ചാർജിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യാം മക്കളെ? ഒരു പോയിന്റ് അസ്യൂം ചെയ്യാം. വെറുതെ കേട്ടാ. ചാർജിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യാം? ഒരു പോയിന്റ് അസ്യൂം ചെയ്യാലോ? യെസ്. അപ്പോ ഒരു ഡൈപോളിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ് വരയ്ക്കാൻ പോകുന്നത്. ഇത് പ്ലസ് ക്യൂ, ഇത് മൈനസ് ക്യൂ. ആ ചാർജിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യാം മക്കളെ? ഒരു പോയിന്റ് അസ്യൂം ചെയ്യാം. ഈ പോയിന്റിലത്തെ ഇലക്ട്രിക് ഫീൽഡ് ഒന്ന് നോക്കുക. ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോക്കിയാൽ മതി മക്കളെ. നിങ്ങൾ വാല്യൂ ഒന്നും കണ്ടുപിടിച്ച് എനിക്ക് തരണ്ട, ഡയറക്ഷൻ നോക്കുക. അപ്പൊ ഈ പോയിന്റ് ഞാൻ എടുത്തിരിക്കുന്നു. സപ്പോസ് ഈ പോയിന്റ് ഞാൻ പേര് കൊടുക്കാം, പി എന്നാണെന്ന് വിചാരിക്കുക ആ പോയിന്റ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു മക്കളെ? ഒരു ഡൈപോൾ പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ. ആ ഡൈപോളിന്റെ ഇടയിൽ നമ്മൾ എടുത്തിരിക്കുന്നു ഒരു പി എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നു. ഈ പി എന്ന് പറയുന്ന പോയിന്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് വെറുതെ നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് വെറുതെ എന്ത് ചെയ്യാം? വാല്യൂ നോക്കേണ്ട, ഡയറക്ഷൻ നോക്കാം. മക്കൾ അവിടെ രണ്ട് ചാർജുകൾ ഉണ്ടല്ലോ. ഒരാൾ പ്ലസ് ക്യൂ ആണ്, ഒരാൾ എന്താ മൈനസ് ക്യൂ ആണ്. രണ്ട് ചാർജ് ഉണ്ടെങ്കിൽ ഓരോ ചാർജും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ചാർജുകളും എന്തുണ്ടാക്കും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. അപ്പൊ ഇവിടെ ഒരു പ്ലസ് ക്യൂ ചാർജ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ക്യൂ ചാർജ് ഉണ്ടെങ്കിൽ പ്ലസ് ക്യൂ ചാർജും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും, മൈനസ് ക്യൂ ചാർജും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. അപ്പൊ പി എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് പ്ലസ് ക്യൂ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെയും മൈനസ് ക്യൂ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെയും സമ്മാണ് അല്ലെ? സമ്മാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അത് രണ്ട് വെക്ടർ സമ്മാണ്. ഇതൊക്കെ നമ്മള് പഠിപ്പിച്ചെന്നിട്ടാണ് കേട്ടാ. ഒന്നിലധികം ചാർജ് വരുമ്പോ, ഇനി അറിയാത്തവരോ ഓർമ്മയില്ലാത്തവര് കേട്ടോ, ഒന്നിലധികം ചാർജ് വരുമ്പോ, ഒന്നിലധികം ചാർജ് വന്നിട്ട് ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ചോദിച്ചു. ഒന്നിലധികം ചാർജ് വന്നിട്ട് ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ
നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ചാർജും ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് സെപ്പറേറ്റഡ് വിളിച്ച് അതിന്റെ ഡയറക്ഷൻ കൊടുത്ത് വെക്ടോറിക്കലി ആഡ് ചെയ്യണം. ഒരു 3 സ്റ്റെപ്പ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ? 3 സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിപ്പിച്ചതുണ്ട്. അപ്പൊ ഒന്നിലധികം ചാർജ് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഓരോ ചാർജിന്റെയും ഇലക്ട്രിക് ഫീൽഡ് സെപ്പറേറ്റ് വിളിച്ച് എന്ത് ചെയ്യണം മക്കളെ? വെക്ടോറിക്കലി ആഡ് ചെയ്യണം. അപ്പൊ അതേപോലെ നോക്കുക, ഈ പി എന്ന് പറയുന്ന ചാർജ്, ഈ പി എന്ന് പറയുന്ന പോയിന്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കാൻ പോകണം അല്ലെ? പി എന്ന് പറയുന്ന പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കാൻ പോകണം. അപ്പൊ പി എന്ന് പറയുന്ന പോയിന്റ് ഈ പ്ലസ് ക്യൂ ഇലക്ട്രിക് ഫീൽഡ് ആണ് ഉണ്ടാക്കില്ലേ? പി എന്ന് പറയുന്ന പോയിന്റിൽ പ്ലസ് ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. മക്കൾ അതിന്റെ ഡയറക്ഷൻ എവിടേക്കാണ്? നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് പ്ലസ് ക്യൂ ആണെങ്കിൽ, ചാർജ് പ്ലസ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അവേ ഫ്രം ദ ചാർജ്. ഓർമ്മയുണ്ട? പ്ലസ് ക്യൂ ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അവേ ഫ്രം ദ ചാർജ്. അപ്പൊ ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ആരുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് മക്കളെ? പ്ലസ് ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്. ക്ലിയർ? ഇനി മൈനസ് ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡും പി ഉണ്ടാക്കും അല്ലെ? മൈനസ് ക്യൂ എന്ന് പറയുന്ന ചാർജും പി ഉണ്ടാക്കും ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. മൈനസ് ക്യൂ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എവിടേക്കാണ്? മൈനസ് ചാർജ് ആയതുകൊണ്ട് ടുവേർഡ്സ് ദ ചാർജ്. പഠിപ്പിച്ചിട്ടാ ഇലക്ട്രിക് ഫീൽഡ് ആദ്യത്തെ എപ്പിസോഡുകൾ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ മൈനസ് ക്യൂ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എവിടേക്ക് വരും? ടുവേർഡ്സ് ദ ചാർജ്. മൈനസ് ക്യൂ ചാർജിലോട്ട്. ഇതാണ് രണ്ടാമത്തെ മൈനസ് ക്യൂ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഇത് ഫസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ നിങ്ങൾ നോക്കൂ, പ്ലസ് ക്യൂ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അവേ ഫ്രം ദ ചാർജ്, മൈനസ് ക്യൂ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ടുവേർഡ്സ് ദ ചാർജ്. പ്ലസ് ക്യൂ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് ക്യൂവിൽ നിന്ന് അകലേക്ക്, മൈനസ് ക്യൂ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് മൈനസ് ക്യൂവിന് അടുത്തേക്ക്. അപ്പോ രണ്ടിന്റെയും ഡയറക്ഷൻ നോക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ, E1ന്റെയും E2ന്റെയും പ്ലസ് ക്യൂ ചാർജ് ഉണ്ടാക്കുന്നത് മൈനസ് ക്യൂ ചാർജ് ഉണ്ടാക്കുന്ന രണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനോടെ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? എന്താണ് പറഞ്ഞത്? യെസ്, ഡയറക്ഷൻ നിങ്ങൾക്ക് രണ്ടും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് രണ്ട് ഇലക്ട്രിക് ഫീൽഡുകളുടെയും ഡയറക്ഷൻ സെയിം ആണ്. രണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെയും ഡയറക്ഷൻ സെയിം ആണെങ്കിൽ നമ്മൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോ എന്താ ചെയ്യാ? നമ്മള് രണ്ടും കൂടി പ്ലസ് ചെയ്യാം അല്ലെ? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ മക്കൾ എന്താ ചെയ്യാ? രണ്ടും കൂടി പ്ലസ് ചെയ്യും. അപ്പോ രണ്ടും കൂടി പ്ലസ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുക അല്ലെ? പ്ലസ് ആണ് ചെയ്യുന്നത്. അത് കാരണം ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്താ ചെയ്യാ മക്കളെ? കൂടുകയാണ് ചെയ്യുക. അപ്പൊ ഒരു ഡൈപോൾ പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഡൈപോൾ എടുത്തു. അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ എന്തെടുത്തു മക്കളെ? ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്താ ചെയ്യാം? കൂടി നിൽക്കാൻ കാരണം പ്ലസ് ക്യൂ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും മൈനസ് ക്യൂ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും സെയിം ആയ കാരണം കൊണ്ട് നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്താ ചെയ്യാം മക്കളെ? കൂടാ ചെയ്യാം. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ അല്ലേ? യെസ്. ഇനി ഇതാ ഇവിടെയാണ് ഒരു പോയിന്റ് എന്ന് വിചാരിക്കാം. വേറൊരു പോയിന്റ് എസ്. മക്കളെ എസ് എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാണ് നിൽക്കണേ? പുറത്താണ് നിൽക്കണേ അല്ലെ? എസ് എന്ന് പറഞ്ഞ പോയിന്റ് പുറത്തേക്കാണ് നിൽക്കണേ. കണ്ടില്ലേ? എസ് എന്ന് പറഞ്ഞ പോയിന്റ് പുറത്താണ്. മക്കളെ ഈ എസ് എന്ന് പറയുന്ന പോയിന്റ് ഈ രണ്ട് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് നോക്കാം. എസ് എന്ന് പറയുന്ന പോയിന്റ് ഈ രണ്ട് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് വെറുതെ നിങ്ങൾ നോക്കാം. അപ്പൊ നോക്കിയേ, ഈ പ്ലസ് ക്യൂ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എവിടേക്കാ വരിക? പ്ലസ് ക്യൂ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈ എസ് എന്ന് പറഞ്ഞ പോയിന്റ് എവിടേക്കാ വരിക? നമുക്കറിയാലോ, പ്ലസ് ക്യൂ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് അവേ ഫ്രം ദ ചാർജ് ത്രൂ ദ പോയിന്റ് അല്ലെ? പ്ലസ് ക്യൂവിൽ നിന്ന് അവേ. നിങ്ങൾ ആരും ശ്രദ്ധിക്കുന്നുണ്ടോ? പ്ലസ് ക്യൂവിൽ നിന്ന് അവേ. അപ്പൊ പ്ലസ് ക്യൂ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എസ് എന്ന് പറയുന്ന പോയിന്റ് എന്തായിരിക്കും മക്കളെ? അവേ ഫ്രം ദ ചാർജ് ത്രൂ ദ പോയിന്റ്. അപ്പൊ നമ്മൾ പ്ലസ് ക്യൂവിന്റെ ഡയറക്ഷൻ വരച്ചു. ഇനി ഈ മൈനസ് ക്യൂ ചാർജ് എസ് എന്തുണ്ടാക്കും? എസ് എന്ന് പറഞ്ഞ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. മൈനസ് ക്യൂ ചാർജ് എസ് എന്ന് പറഞ്ഞ പോയിന്റ് എന്താക്കും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. കാണുമല്ലോ, മൈനസ് ക്യൂ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എവിടേക്കായിരിക്കും? ടുവേർഡ്സ് ദ ചാർജ്. മൈനസ് ക്യൂ ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ടുവേർഡ്സ് ദ ചാർജ്. അപ്പോ എസ് വഴി എവിടേക്കാണ് മക്കളെ? ടുവേർഡ്സ് ദ ചാർജ്, ടുവേർഡ്സ് മൈനസ് ക്യൂ ചാർജ്. കണ്ടാ? മൈനസ് ക്യൂ ചാർജ് അവിടേക്കാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ അങ്ങോട്ടാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, രണ്ട് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ നിങ്ങൾക്ക് എങ്ങനെയാ കാണണേ? ഓപ്പോസിറ്റ് ഡയറക്ഷനോ കാണണേ? രണ്ട് ചാർജുകൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ കാണണേ. അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ എന്താ ചെയ്യാം മക്കളെ? മൈനസ് ചെയ്യാൻ ചെയ്യാം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുമ്പോൾ മൈനസ് ചെയ്യാൻ ചെയ്യാം. അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്തായിരിക്കും മക്കളെ? കുറവായിരിക്കും. നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കുറവായിരിക്കും. ഈസ് ദാറ്റ് ക്ലിയർ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാരണം, ഒരു ഡൈപോൾ എടുക്കുക മക്കളെ, ഒരു പ്ലസ് ക്യൂ ഒരു മൈനസ് ക്യൂ, ഒരു പ്ലസ് ക്യൂ ഒരു മൈനസ് ക്യൂ, അതിന്റെ ഇടയിലുള്ള ഒരു പോയിന്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് രണ്ടിന്റെയും സമ്മാണ്. അതിന്റെ അപ്പുറത്ത് അതായത് പുറത്തുള്ള ഒരു പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് രണ്ടിന്റെയും എന്താണ് മക്കളെ? സബ്ട്രാക്ഷൻ ആണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇസ് ക്ലിയർ? യെസ്. അപ്പൊ എവിടെയാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കൂടുന്നത്? എവിടെയാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കൂടുക? നിങ്ങൾക്ക് തന്നെ പറയാം. എവിടെയാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കൂടുക? ഒരു ഡൈപോളില് മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് എവിടെ ഉണ്ടാവുക? ഒരു ഡൈപോളില് മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് എവിടെ ഉണ്ടാവുക? ഇൻ ബിറ്റ്വീൻ ദ ചാർജസ് അല്ലെ? ഇൻ ബിറ്റ്വീൻ ദ ചാർജസ്. എവിടെയാ മിനിമം ഇലക്ട്രിക് ഫീൽഡ് ആണ് മക്കളെ? ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കുറയുന്നത് എവിടെയാ?
ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ പറയുന്നത് എവിടെയാ? ഔട്ട്സൈഡ്. അപ്പൊ ഔട്ട്സൈഡ് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കുറവായിരിക്കും, ഇൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കൂടുതലായിരിക്കും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പൊ ഔട്ട്സൈഡ് കുറവായിരിക്കും, ഉള്ളിൽ എന്തായിരിക്കും മക്കളെ? കൂടുതലായിരിക്കും. അത് കിട്ടിയില്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിന്റെ. സ്ട്രോങ്ങർ ദ ഇലക്ട്രിക് ഫീൽഡ് ക്ലോസർ ദ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ്. ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരു വാല്യൂ പഠിച്ചത് ഓർമ്മയുണ്ടോ? സ്ട്രോങ്ങർ ദ ഇലക്ട്രിക് ഫീൽഡ് ക്ലോസർ ദ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് എന്ന് പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ? ഉണ്ട്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് കൂടുതലുള്ള സ്ഥലത്ത് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസുകൾ അടുത്തടുത്തടുത്ത് നിൽക്കുകയും ഇലക്ട്രിക് ഫീൽഡ് കുറവുള്ള സ്ഥലത്ത് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് അകന്നു നിൽക്കുകയും ചെയ്യുന്നു എന്നല്ലേ നമ്മൾ പ്രോപ്പർട്ടി പഠിപ്പിച്ചത്, അല്ലെ? എന്നാണ് നമ്മൾ പ്രോപ്പർട്ടി പഠിപ്പിച്ചത്. അപ്പൊ അത് പ്രകാരം നമ്മൾ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ മക്കൾ നോക്കൂട്ട, ഇത് പ്ലസ് ക്യൂ, ഇതെന്താണ്? ഇത് മൈനസ് ക്യൂ. ആരാ? ഡൈപോൾ ആണ്. ഒരു പ്ലസ് ക്യൂ മൈനസ് ക്യൂ. ആരാ? ഡൈപോൾ ആണ്. ഡൈപോളിന്റെ ഇടയില് ഇൻ ബിറ്റ്വീൻ ദ സ്പേസ് അതെന്താ? ഇലക്ട്രിക് ഫീൽഡ് കൂടുതലാണ്. നമ്മളിപ്പോ പറഞ്ഞതാ ഇലക്ട്രിക് ഫീൽഡ് കൂടുതലാണ് ഡൈപോളില്. പുറത്തെന്താണ് മക്കളെ? ഔട്ട്സൈഡ് ഇലക്ട്രിക് ഫീൽഡ് കുറവാണ്. ഔട്ട്സൈഡ് ഇലക്ട്രിക് ഫീൽഡ് കുറവാണ്. അപ്പൊ നമ്മൾ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കുമ്പോ ഇലക്ട്രിക് ഫീൽഡ് കൂടുതലുള്ള കാരണം കൊണ്ട് ഇടയില് ഇലക്ട്രിക് ഫീൽഡ് കൂടുതലുള്ള കാരണം കൊണ്ട് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് അടുത്തടുത്തായിട്ട് കാണപ്പെടും. പുറത്ത് വരുമ്പോ ഔട്ട്സൈഡ് വരുമ്പോ ഈ ഇലക്ട്രിക് ഫീൽഡ് അവിടെ രണ്ട് സ്ഥലത്തും രണ്ട് ഔട്ട്സൈഡ് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് കാണാം. അപ്പൊ അതൊക്കെ നമ്മൾ ഒന്ന് മനസ്സിൽ ഓർമ്മിച്ച് വെച്ച് നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ കിട്ടും. നോക്കുക, എല്ലാവരും നോക്കുക. യെസ്, ഇത് പ്ലസ് ക്യൂ, ഇതെന്താണ് മക്കളെ? മൈനസ് ക്യൂ. വരയ്ക്കുന്ന ശ്രദ്ധിച്ചോളൂ. ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കുന്ന ശ്രദ്ധിച്ചോളൂ. യെസ്, ദിസ് ഈസ് ദ ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ്. വല്ലതും തോന്നുന്നുണ്ടോ മക്കളെ? വല്ലതും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് വല്ലതും തോന്നുന്നുണ്ടോ? പെർഫെക്റ്റ് സ്ഫിയർ ആണോ അത്? പെർഫെക്റ്റ് സ്ഫിയർ ആണോ? അല്ല. കേട്ടാ, ഇവിടെ ഇൻ ബിറ്റ്വീൻ ദ സ്പേസ് നിങ്ങൾ നോക്കൂ. രണ്ട് ചാർജിനിടയിൽ കണ്ട ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് അടുത്തടുത്ത് കാണുന്നു. ഇവിടെ നോക്കൂ, ഔട്ട്സൈഡ് ദ ചാർജസ് അത് വളരെ അകലെയാണ് കാണാൻ, അല്ലേ? ക്ലിയർ ആയില്ലേ? അപ്പൊ ഇൻ ബിറ്റ്വീൻ ദ ചാർജസ് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് അടുത്തടുത്ത. ഔട്ട്സൈഡ് ദ ചാർജ് കണ്ട അകലം കൂടുന്നുണ്ടോ? യെസ്. അപ്പൊ ഇനി ഒരു പെർഫെക്റ്റ്ലി എന്തല്ല മക്കളെ? സ്ഫിയർ അല്ല. ഇൻ ബിറ്റ്വീൻ ദ ചാർജസ് അടുത്തടുത്ത് കാണപ്പെടും, മറ്റെവിടെ എന്ത് സംഭവിക്കും മക്കളെ? അകന്ന് കാണപ്പെടും. ക്ലിയർ ആയോ? യെസ്. ഇത് ബൈഹാർട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടാ. ഇത് ബൈഹാർട്ട് പഠിക്കുന്ന ആൾക്കാരോട് എനിക്കൊന്നും പറയാനില്ല കേട്ടാ. സ്വസ്തി നേരുന്നു എല്ലാവർക്കും. എന്ത് ചെയ്യുന്നു? സ്വസ്തി നേരുന്നു എന്നുള്ള കാര്യം മാത്രമേ. മംഗളം ഭവിക്കട്ടെ എല്ലാവർക്കും കേട്ടാ. ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാ? പഠിക്കുക. ഇത് എന്തുകൊണ്ടാണ് ഇത് അടുത്ത് വന്നത്? ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കൂടുതല. ഇവിടെ വന്നപ്പോ എന്തുകൊണ്ടാകുന്നു? ഇലക്ട്രിക് ഫീൽഡ് അവിടെ കുറവാണ്. ക്ലിയർ ആയില്ലേ? അടുത്തേക്ക് പോട്ടെ. യെസ്. ഇനിയിപ്പോ ഒരു പ്ലസും ഒരു മൈനസ് അല്ല നമ്മളിപ്പോ പറഞ്ഞത്. ഡൈപോളിന്റെ കേസല്ല പറഞ്ഞാൽ ഇക്യൂ പൊട്ടൻഷ്യൽ ഓഫ് ഡൈപോൾ പറഞ്ഞു. ഇനിയിപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഫോർ അക്കാഡമിക് ഇൻട്രസ്റ്റ് ഞാൻ ചോദിക്കുകയാണ്, ഈ ചാർജ് പ്ലസ് ക്യൂ, ഈ ചാർജ് പ്ലസ് ക്യൂ തന്നെ. രണ്ടും പ്ലസ് വന്നെന്ന് സംഭവിക്കും. എന്ത് സംഭവിക്കും മക്കളെ? പറ. ഒരു രണ്ടുപേരും പ്ലസ് വന്നെന്ന് സംഭവിക്കും. രണ്ടുപേരും പ്ലസ് വന്ന് നമ്മൾ ഇപ്പൊ പഠിപ്പിച്ചത് നേരെ റിവേഴ്സ്. ആണ്. രണ്ട് പ്ലസ് വൺ അല്ല. എങ്ങനെയുണ്ടാവുക നോക്കൂ. ഇൻ ബിറ്റ്വീൻ ദ ചാർജസ് മക്കളെ രണ്ട് പ്ലസ് വൺ ഉണ്ടാവും. അപ്പൊ ഇൻ ബിറ്റ്വീൻ ദ ചാർജസ് വരുമ്പോൾ എന്താ സംഭവിക്കുക? ഇലക്ട്രിക് ഫീൽഡ് കുറയാണ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്ഷൻ നോക്കി പറഞ്ഞാൽ ഞാൻ ഡയറക്ഷൻ എടുത്ത് പറഞ്ഞെങ്കിൽ പറഞ്ഞുതരാം. യെസ്. ഡയറക്ഷൻ എടുക്കണോ? ഡയറക്ഷൻ എടുത്ത് പറഞ്ഞാലോ? വേണ്ട, ആവശ്യമില്ലല്ലോ. നമ്മൾ നേരത്തെ പഠിച്ചാലോ ഓപ്പോസിറ്റ്. അപ്പൊ ഇൻ ബിറ്റ്വീൻ ദ ചാർജസ് അത് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കുറവായിരിക്കും. പുറത്തെന്തായിരിക്കും മക്കളെ? ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കൂടുതലായിരിക്കും. അപ്പോ രണ്ടും പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഒരേ കൈൻഡ് ഓഫ് ചാർജുകളാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ കുറവായിരിക്കും, പുറത്തെന്തായിരിക്കും മക്കളെ? കൂടുതലായിരിക്കും. നമ്മൾ ഡൈപോളിൽ പഠിച്ചതിന് നേരെ ഓപ്പോസിറ്റ് കേസ് എന്ത് ചെയ്യാം? ഒന്ന് ചിന്തിക്കാം. എന്നിട്ട് ഇത് വരയ്ക്കുമ്പോൾ എന്ത് വരും? യെസ്, വരയ്ക്കുമ്പോൾ വരും മക്കളെ. ഇവിടെ കുറവാണ് അല്ലെ? കുറവാകുമ്പോ ഗ്യാപ്പ് കൂടും. ശ്രദ്ധിച്ചു നോക്കൂ. നോക്കട്ടെ, ഞാൻ വരയ്ക്കുന്നത് ശ്രദ്ധിച്ചോളൂ. അല്ലേ? ക്ലിയർ അല്ലേ?
അപ്പൊ നമ്മൾ വരച്ചു ഇൻ ബിറ്റ്വീൻ ഗ്യാപ്പ് കൂടുന്നു. കാരണം എന്താ, നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് കുറവാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് കുറവായതുകൊണ്ട് ഇവിടെ ഗ്യാപ്പ് കൂടുന്നു. ഈ സൈഡ് ഔട്ട് സൈഡ് ഇലക്ട്രിക് ഫീൽഡ് കൂടുതലായതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, ക്ലൗഡ് ഇത് ചെയ്ത് നിൽക്കുന്നു. അപ്പൊ ഇവിടെ കുറച്ച് അടുത്ത് നിൽക്കുന്നു, മറ്റോട് എന്ത് ചെയ്യുന്നു മക്കളെ, അകന്ന് നിൽക്കുന്നു. ക്ലിയർ ആണല്ലോ? ഈസ് ദാറ്റ് ക്ലിയർ? യെസ്. അപ്പൊ നമ്മള് ഡൈപോളിന്റെ കഴിഞ്ഞു, രണ്ട് പ്ലസ് ചാർജുകളുടെ അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവ് ചാർജ് വരുമ്പോഴുള്ള കേസ് കഴിഞ്ഞു, ഒരു പോയിന്റ് ചാർജിന്റെ കേസ് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. മക്കളെ നമുക്കറിയാം, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആണ്, അല്ലെ? പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ്. സോ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് പറയുമ്പോൾ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ എങ്ങനെയാണ് മക്കളെ? പാരലൽ ആയിട്ടുള്ള ലൈൻസ് വെച്ച് റെപ്രസെന്റ് ചെയ്യാം. നമ്മൾ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി പറഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് മറ്റൊരു പ്രോപ്പർട്ടി പറഞ്ഞിട്ടായിരുന്നു. എന്താ പറഞ്ഞാൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് മസ്റ്റ് ബി പെർപെൻഡിക്കുലർ ടു ദ electric field must be perpendicular to the equipotential surface. ഓർമ്മയുണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് must be perpendicular to the equipotential surface എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുക. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ പാരലൽ ലൈൻസ് ആണ് മക്കളെ. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും നമ്മൾ എന്ത് വരയ്ക്കുക, നമ്മുടെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരിക. എല്ലായ്പ്പോഴും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇലക്ട്രിക് ഫീൽഡിന് എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പൊ ഈ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു സർഫസ് വരയ്ക്കുകയാണെങ്കിൽ you will get a plain സർഫസ് ആണ് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അപ്പൊ ഈ പ്ലെയിൻ എന്തായിരിക്കും, ഈ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും എന്തായിരിക്കും മക്കളെ, പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ഷേപ്പ് ആയിരിക്കും. അപ്പൊ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ പ്ലെയിൻ ഷേപ്പ് ആണ്. പോയിന്റ് ചാർജിന്റെ മക്കളെ സ്പെറിക്കൽ ഷേപ്പ് ആണ്. മറ്റേ ഡൈപോളിന്റെ സ്പെറിക്കൽ അല്ല. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിക് ഫീൽഡ് കൂടുതലുള്ള സ്ഥലത്ത് ഇവര് ക്ലോസ് ചെയ്താൽ അടുത്തടുത്ത് വരും. ഇലക്ട്രിക് ഫീൽഡ് കുറവുള്ള സ്ഥലത്ത് ഇവർ എന്ത് ചെയ്തിട്ട് അകന്നു പോകും. രണ്ട് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു, രണ്ട് നെഗറ്റീവ് ചാർജ് ആണെങ്കിലും സെയിം ആണ്. ഡൈപോളിന്റെ പറഞ്ഞു, പോയിന്റ് ചാർജ് പറഞ്ഞു, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞു. അപ്പൊ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുമ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഒരു പ്ലെയിൻ ഷേപ്പ് ആണ്. ഓക്കെ, അപ്പൊ കഴിഞ്ഞില്ലേ? ഡൗട്ട് ഉണ്ടോ? Is there any doubt? ഏതാவது ഡൗട്ട് എടുക്കാം? ഇല്ല. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പഠിക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവല്ലേ? അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയല്ലേ? നമ്മുടെ അടുത്ത ടോപ്പിക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. Electrostatic potential energy. Electrostatic potential energy. Yes. Note ചെയ്തോളൂ electrostatic potential energy heading നോട്ട് ചെയ്യാം. Yes. Electrostatic potential energy അടുത്ത ടോപ്പിക്. എടുക്കാം. Yes. Okay. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. Electrostatic potential energy നോക്കുക മക്കളെ. ഒറ്റ കാര്യം ആദ്യം പറഞ്ഞു കൊടുക്കണം. ഒരു ചാർജിനേക്കാൾ കൂടുതൽ എന്ന് പറയുമ്പോൾ 2, 3, 4, 5 ചാർജ്, മോർ ദാൻ 1 ചാർജ്, അറ്റ്ലീസ്റ്റ് 2 ചാർജ് മക്കളെ. അപ്പൊ മിനിമം നമ്മുടെ കയ്യിൽ എത്ര വേണം? 2 ചാർജ് വേണം. മിനിമം 2 ചാർജ് ഉണ്ടെങ്കിലേ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞ സാധനം ഉള്ളൂ. അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഒരു ചാർജിന് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഇല്ല. ഒരാൾക്ക് എന്തില്ല ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഇല്ല. അത് എല്ലാ കുട്ടികളും ഇപ്പൊ തന്നെ മനസ്സിലാക്കി വെക്കുക. ഒരു ചാർജ് ആണെങ്കിൽ ഒരു ചാർജിന് സ്വന്തമായിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഇല്ല. അറ്റ്ലീസ്റ്റ് എത്ര ചാർജ് വേണം? 2 ചാർജ് വേണം. 2നേക്കാൾ കൂടാം, 3 ആവാം, 4 ആവാം, 5 ആവാം, 10 ആവാം, 100 ആവാം, എന്തുവേണേലും ആവാം. അപ്പോ ഇപ്പൊ നമ്മൾ എടുക്കുകയാണെങ്കിൽ 2 ചാർജ് കേട്ടോ. അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് 2 ചാർജസ്. സിസ്റ്റം ഓഫ് 2 ചാർജസ് നമ്മൾ പറയാൻ പോവാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ത് വേണം? 2 ചാർജ് വേണം. അറ്റ്ലീസ്റ്റ് മിനിമം 2 ചാർജ് വേണം. അപ്പൊ 2 ചാർജ് ഉണ്ടെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ അതാണ് പറയുന്നത്, 2 ചാർജുകൾ ഉണ്ടാക്കുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് 2 ചാർജസ്. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. യെസ്. ഒരു ചാർജിനെ പൊട്ടൻഷ്യൽ ചെയ്തോ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വയ്ക്കാം. എന്റെ കയ്യിൽ ഒരു ചാർജ് ഉണ്ട്. ആ ഒരു ചാർജിനെ ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. Is there any potential energy associated with that charge?
കിട്ടോ മക്കളെ? ഒരു ചാർജിന്റെ പൊട്ടൻഷ്യൽ എനർജി ഇല്ല, അത് ആദ്യം മനസ്സിലാക്കിക്കോ. മിനിമം എത്ര ചാർജ് വേണം? 2 ചാർജ് വേണം. ഓക്കെ, ഈ 2 ചാർജുകൾ ഉണ്ടെന്ന് വിചാരിക്കാൻ എന്റെ കാര്യം. ഓക്കെ, 2 ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതാണ് 2 ചാർജുകൾ Q1 ഉം Q2. Q1 Q2 നല്ല രസം ശ്രദ്ധിച്ചു കേട്ടോ. Q1 Q2 കാണുന്നുണ്ടല്ലോ? യെസ്, Q1 കൂടി. അപ്പൊ Q1 Q2 എന്ന് പറയുന്ന 2 ചാർജുകൾ, Q1 Q2 എന്ന് പറയുന്ന 2 ചാർജുകൾ തുടക്കത്തില് ഇൻഫിനിറ്റിയിലാണ് വിചാരിക്കുക. അപ്പൊ തുടക്കത്തിൽ എവിടെയാണ് മക്കളെ വിചാരിക്കുക? ഇൻഫിനിറ്റി. അപ്പൊ 2 ചാർജുകളുണ്ട്. ആ 2 ചാർജുകൾ ഇനീഷ്യലി അറ്റ് ഇൻഫിനിറ്റിയിലുള്ള 2 ചാർജുകളാണ് ആരൊക്കെ? Q1 ഉം Q2. ക്ലിയർ ആണല്ലോ? യെസ്. ആ Q1 Q2നെ ഇനീഷ്യലി ഉള്ള ആ Q1 Q2നെ ഞാൻ എന്ത് ചെയ്യുന്നു മക്കളെ? എനിക്ക് ഇഷ്ടമുള്ള 2 പോയിന്റിലേക്ക് കൊണ്ടുവരും. എന്ത് ചെയ്യുന്നു? ഞാൻ ആ Q1 Q2 എന്ന് പറഞ്ഞ ചാർജിനെ കൊണ്ടുവയ്ക്കുന്നു. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇൻഫിനിറ്റിയിലുള്ള 2 ചാർജുകളെ ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് ഇഷ്ടമുള്ള 2 വ്യത്യസ്ത പോയിന്റുകളിലേക്ക് എന്ത് ചെയ്യുന്നു മക്കളെ? കൊണ്ടുവയ്ക്കുന്നു എന്ന് വിചാരിക്കുക. വെറുതെ വരുമോ? 2 ചാർജുകൾ ഏതെങ്കിലും 2 പോയിന്റിലേക്ക് വെറുതെ വരുമോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒരു വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെ? നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഒരു വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ഈ 2 ചാർജുകൾ ഏതൊക്കെയോ Q1 Q2 ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്ന 2 ചാർജുകളെ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള 2 പോയിന്റിലേക്ക് കൊണ്ടുവയ്ക്കണം. അങ്ങനെ ഞാൻ കൊണ്ടുവയ്ക്കുമ്പോൾ വെറുതെ വരില്ല. അവരെ എന്ത് ചെയ്യണം മക്കളെ? നമുക്കൊരു വർക്ക് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ ചാർജുകൾ നമ്മളവിടേക്ക് വരുള്ളൂ. അപ്പൊ ഞാനൊരു വർക്ക് ചെയ്തിട്ടാണ് ഈ 2 ചാർജുകളെ 2 പോയിന്റിലേക്ക് കൊണ്ടുവയ്ക്കുന്നത് എന്ന് വിചാരിക്കാം. എവിടെ നിന്ന്? ഇൻഫിനിറ്റിയിൽ നിന്ന്. അപ്പൊ ഇൻഫിനിറ്റിയിൽ നിന്ന് 2 ചാർജുകളെ നമ്മൾ ഒരു വർക്ക് ചെയ്ത് 2 പോയിന്റ് കൊണ്ടുവയ്ക്കുന്നു. മക്കളെ, ഞാൻ അവിടെ ചെയ്യുന്ന വർക്ക് അവിടെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. ക്ലിയർ ആണല്ലോ? നമ്മൾ അവിടെ ചെയ്യുന്ന വർക്ക് എന്തായിട്ട് സ്റ്റോർ ചെയ്യും മക്കളെ? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. കേട്ടോ? അപ്പൊ ഇൻഫിനിറ്റിയിലുള്ള 2 ചാർജുകളെ ഏതെങ്കിലും ഇഷ്ടമുള്ള 2 പോയിന്റിലേക്ക് ഞാൻ കൊണ്ടുവയ്ക്കുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ കൊണ്ടുവെക്കണമെങ്കിൽ നമ്മളൊരു വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ആ വർക്ക് അവിടെ എന്തായിട്ട് മാറും മക്കളെ? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുമെന്ന് നമുക്ക് അറിയാം. ഇനി എന്തുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട്, അത് കുറെ ബുദ്ധിമുട്ടുണ്ട്, കുറെ പേർക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും. എങ്ങനെയാണ് അത് പൊട്ടൻഷ്യൽ എനർജി ക്രിയേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ബേസിക് ആയിട്ടുള്ള ഒറ്റ കാര്യം അവിടെ പറയാമല്ലോ: കൺസർവേറ്റീവ് ഫോഴ്സ്. കേട്ടോ? എനിക്ക് ആകെ ഒറ്റ സെന്റൻസ് അവിടെ പറയാമല്ലോ: കൺസർവേറ്റീവ് ഫോഴ്സ്. അതിന് നമ്മൾ മര്യാദയ്ക്ക് +1 പഠിക്കണം. ആദ്യം +1 പഠിക്കണം. അതിന് +1 നമുക്ക് തിന്നിട്ട് കൺസർവേറ്റീവ് ഫോഴ്സ് ഉണ്ടെന്ന് +1 അറിഞ്ഞവർ എത്ര പേരുണ്ട്? ഞാൻ ചോദിക്കട്ടെ, കൺസർവേറ്റീവ് ഫോഴ്സ് +1 പഠിച്ചവർ എത്ര പേരുണ്ട്? ആരെങ്കിലുണ്ടോ? കൺസർവേറ്റീവ് ഫോഴ്സുകളെ കുറിച്ച് +1 പഠിച്ചവർ? യെസ്. കൺസർവേറ്റീവ് ഫോഴ്സുകളെ കുറിച്ച് പഠിച്ചവരൊന്ന് ശ്രദ്ധിക്കുക. കേട്ടോ? എന്താ കൺസർവേറ്റീവ് ഫോഴ്സ്? നമ്മൾ കുറച്ചു കാലം മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ കൺസർവേറ്റീവ് ഫോഴ്സ്? വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് ഈസ് പാത്ത് ഇൻഡിപെൻഡന്റ്. അങ്ങനെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് ഈസ് പാത്ത് ഇൻഡിപെൻഡന്റ്. ഇനി പഠിക്കാത്തവരൊന്നും പേടിക്കേണ്ട. അതെനിക്ക് വർക്ക് ഡൺ ബൈ ദിസ് ഫോഴ്സ് ഈസ് പാത്ത് ഇൻഡിപെൻഡന്റ്. അതായത് ഈ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ: കൺസർവേറ്റീവ് ഫോഴ്സുകൾക്ക് എതിരെ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, if we done a work against conservative force, that will stored as potential energy. അതെന്ത് ചെയ്യും മക്കളെ? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. അപ്പൊ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ബൈ പാത്ത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ഫോഴ്സ്. കേട്ടോ? ഈ ഫോഴ്സുകൾ ചെയ്യുന്ന വർക്ക് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. മാറ്റിവെക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു: കൺസർവേറ്റീവ് ഫോഴ്സുകൾക്ക് മാത്രമേ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞത്. കൺസർവേറ്റീവ് ഫോഴ്സുകൾക്ക് മാത്രമേ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാക്കാനുള്ള കഴിവുള്ളൂ. അപ്പൊ കൺസർവേറ്റീവ് ഫോഴ്സുകൾക്കെതിരെ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. കേട്ടോ? ഇപ്പൊ നിങ്ങളുടെ വീട്ടില് കിടക്കുന്ന ഒരു ചെറിയൊരു കല്ലെടുത്ത് നമ്മൾ പൊന്തിക്കുന്നു. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളൊരു വീട്ടിലെ ഒരു ചെറിയൊരു കല്ലെടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു മക്കളെ? പൊന്തിക്കുന്നു. കേട്ടോ? ആ കല്ലിന് ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ഫോഴ്സ് ഉണ്ട്. അല്ലെ? വെയിറ്റ്, അതാണല്ലോ ഗ്രാവിറ്റി. ആ കല്ലിന് ഗ്രാവിറ്റി എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്.
അപ്പൊ നമ്മൾ വീട്ടിലെ ഒരു കല്ലെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ, പൊന്തിക്കുകയാണെങ്കിൽ വി ആർ ഡൂയിങ് എ വർക്ക്, നമ്മളൊരു വർക്ക് ചെയ്യാണ് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി, അല്ലെ? ഗ്രാവിറ്റി താഴേക്ക് പിടിച്ചു വലിക്കണേ, നമ്മൾ മുകളിലേക്ക് പൊന്തിക്കണേ. അപ്പൊ നമ്മളൊരു കല്ലിനെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ വി ആർ ഡൂയിങ് എ വർക്ക് എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി, വേർ ഗ്രാവിറ്റി ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. അവിടെ ഒരു ഗ്രാവിറ്റിക്കെതിരെയാണ് നമ്മൾ വർക്ക് ചെയ്യണേ. ഒരു സാധനത്തെ പൊന്തിക്കുന്നത്, ഇപ്പൊ സാധനം ഒരു പാനത്ത് പൊന്തിക്കുന്നു, സാധാരണ മറ്റേ ഡെസ്കിൽ നിന്ന് ഒരു പാനത്ത് പൊന്തിച്ചു കേട്ടാ. ഞാന് ഈ പാനൽ പൊന്തിക്കുമ്പോ ഞാനൊരു വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആണ്, കാരണം ഗ്രാവിറ്റി താഴേക്കാ. അപ്പൊ ഞാൻ ഇതിന്റെ മുകളിലേക്ക് പൊന്തിക്കണേ. സോ ഐ എം ഡൂയിങ് എ വർക്ക് അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി, ഗ്രാവിറ്റിക്കെതിരെ വർക്ക് ചെയ്യുന്നുണ്ട്. ഗ്രാവിറ്റി എന്ത് ഫോഴ്സാ? കൺസർവേറ്റീവ് ഫോഴ്സാ. കൺസർവേറ്റീവ് ഫോഴ്സുകൾക്കെതിരെ വർക്ക് ചെയ്താൽ അവിടെ പൊട്ടൻഷ്യൽ എനർജി ക്രിയേറ്റ് ആവും. ക്ലിയർ ആണോ? അത് എങ്ങനെ വന്നെന്നുള്ള ആൾക്കാരുടെ പറഞ്ഞേക്കാം. കൺസർവേറ്റീവ് ഫോഴ്സുകൾക്കെതിരെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി കൂടും, അവിടെ ഉണ്ടാകും. കുളം ഫോഴ്സ് മക്കളെ, കുളം ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണോ? നമ്മൾ പഠിപ്പിച്ചതാ, ഒന്ന് ഓർമ്മയുണ്ടോ നോക്കിക്കേ. കുളം ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആണോ? ആണ്. അപ്പൊ കുളം ഫോഴ്സിനെതിരെ വർക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും മക്കളെ? അവിടെ എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ എനർജി ക്രിയേറ്റ് ചെയ്യും. അപ്പൊ രണ്ട് ചാർജുകളെ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് രണ്ട് പോയിന്റിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യാം. ആ വർക്ക് അവിടെ എന്തായിട്ട് മാറും? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. ബിക്കോസ് ദ കുളം ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സിനെതിരെ ചെയ്യുന്ന വർക്കൊക്കെ പൊട്ടൻഷ്യൽ എനർജിയാണ്. ക്ലിയർ ആയില്ലേ? അപ്പൊ അത് പൊട്ടൻഷ്യൽ എനർജി, അതൊക്കെ ഫിസിക്സിനെ സ്നേഹിച്ച് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കിട്ടോ കേട്ടോ. ഉഡായിപ്പ് കാണിച്ച് മാർക്ക് കിട്ടിയാൽ മതി എന്ന് പഠിക്കുന്നവർക്ക് ഇതൊന്നും പഠിക്കണ്ട കേട്ടോ. ഫിസിക്സിനോട് യഥാർത്ഥ സ്നേഹം വെച്ച് പഠിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് ഒരു സന്തോഷമാണ്. അല്ലാത്തവരെ സംബന്ധിച്ച് ഒരു ബേർഡനാണ്, തലയിൽ ഒരു കനമായിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യണം? വിട്ടു തന്നിരിക്കണം. സോ രണ്ട് ചാർജ് Q1 Q2 എന്ന് പറഞ്ഞ ചാർജുകൾ എന്ത് ചെയ്യുന്നു മക്കളെ? വർക്ക് ഒരു ഇൻഫിനിറ്റിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു മക്കളെ? രണ്ട് പോയിന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ഉള്ള വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി. ക്ലിയർ ആയില്ലേ? അപ്പൊ വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി of system of two charges? What is the potential in the system of two charges? It is a work done to bring two charges. മക്കളെ, two charges, system of two charges നെ കുറിച്ചാ പറഞ്ഞത്. അപ്പൊ work done to bring two charges from infinity നിന്ന് to two given points is known as potential energy. അതായത് നമ്മൾ വിളിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി. എത്ര ചാർജിന്റെ? രണ്ട് ചാർജിന്റെ. അപ്പൊ രണ്ട് ചാർജ് ഇൻഫിനിറ്റിയിലുണ്ട്, അവരെ നമ്മൾ രണ്ട് പോയിന്റിലേക്ക് കൊണ്ടുവരുന്നു. ആ രണ്ട് പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്കാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി. ക്ലിയർ ആയില്ലേ? നമുക്ക് പോട്ടെ, ഞാൻ ഉള്ളിലേക്ക് കയറിപ്പോ അല്ലെ? യെസ്. അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് കയറിപ്പോന്നു, ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഇവിടെ എത്ര ചാർജ് എടുത്തിട്ടുണ്ട് മക്കളെ? രണ്ട് ചാർജ് എടുത്തിട്ടുണ്ട്. ഇവിടെ എത്ര ചാർജ് എടുത്തിട്ടുണ്ട്? രണ്ട് ചാർജ് എടുത്തിട്ടുണ്ട് അല്ലെ? അല്ലെ? ഒരു ചാർജിന്റെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ? ഒരു ചാർജിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ? ഇല്ല. അത് വെച്ചോളൂ, ശ്രദ്ധിക്കുക. മിനിമം എത്ര ചാർജ്? രണ്ട് ചാർജ്. വീണ്ടും ഞാൻ പറഞ്ഞു രണ്ട് ചാർജുകൾ മക്കളെ, Q1 ഉം Q2 ഇൻഫിനിറ്റിയിലാണ് കേട്ടോ. Q1 ഉം Q2 ഇൻഫിനിറ്റിയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക, വളരെ സിമ്പിൾ ആണ്, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. Q1 ഉം Q2 എന്തിനാണ് മക്കളെ? ഇൻഫിനിറ്റിയിലാണ്. യെസ്. ഇവരെ ഞാൻ A B എന്ന് പറയുന്ന രണ്ട് പോയിന്റ് കൊണ്ടുവരണം. എനിക്ക് ആഗ്രഹം എന്താ? A B എന്ന് പറയുന്ന രണ്ട് പോയിന്റിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹം. ആരെ? Q1 Q2. ഇപ്പൊ എവിടെ ഇരിക്കണേ? ഇൻഫിനിറ്റി. എവിടേക്ക് കൊണ്ടുവരണേ? A യിലേക്കും B യിലേക്കും. ഓക്കെ, A B നമ്മുടെ ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിച്ചു. A B നമ്മുടെ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ Q1 Q2 ഇപ്പൊ ഇൻഫിനിറ്റി, അവരെവിടേക്ക് കൊണ്ടുവരണം? A ക്കും B ക്കും കൊണ്ടുവരണം. A B നമ്മുടെ ഡിസ്റ്റൻസ് ആണ്. ക്ലിയർ? യെസ്. അപ്പോ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്കാണ് ഏത് എനർജി? അങ്ങനെ രണ്ടുപേരെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്കാണ് ഏത് എനർജി? പൊട്ടൻഷ്യൽ എനർജി. ഇനി നോക്കുക, എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കാം. നോക്കൂ, ഫസ്റ്റ് ചാർജിനെ ഞാൻ കൊണ്ടുവരണേ. ഞാൻ രണ്ടുപേരും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആദ്യം ഞാൻ എടുത്തുകൊണ്ടിരുന്നത് ഫസ്റ്റ് ചാർജിനെ. ശ്രദ്ധിക്കട്ടോ, ആദ്യം ഞാൻ കൊണ്ടുവരുന്നത് ഫസ്റ്റ് ചാർജിനാണ്. ഫസ്റ്റ് ഐ ബ്രിങ് ഫസ്റ്റ് ചാർജ് കേട്ടോ. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ചാർജ് കൊണ്ടുവരുന്നത് Q1 എന്ന് പറയുന്ന ചാർജിനെ ഞാൻ കൊണ്ടുവന്ന് എവിടേക്ക് വെക്കുന്നു? A എന്ന് പറയുന്ന പോയിന്റിലേക്ക് വെക്കുന്നു. അപ്പൊ രണ്ട് ചാർജിനെ ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ 1 by 1 ആയിട്ട് കൊണ്ടുവരണേ. അപ്പൊ ആദ്യം ഞാൻ വരുന്നത് ചാർജിന് കൊണ്ട് മക്കളെ, ഫസ്റ്റ് ചാർജിന് കൊണ്ട് എവിടെ കൊണ്ടുവച്ചു? A കൊണ്ടുവച്ചു. ഇസ് ഇറ്റ് ക്ലിയർ? ഫസ്റ്റ് ചാർജിനെ ഞാൻ എവിടെ കൊണ്ടുവച്ചു മക്കളെ? A എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവച്ചു.
കുഴപ്പമില്ലല്ലോ, ക്ലിയർ അല്ലേ? യെസ്. എത്ര വർക്ക് ചെയ്യണം, എത്ര വർക്ക് ചെയ്യണം, ഫസ്റ്റ് ചാർജിനെ കൊണ്ടുവയ്ക്കാൻ എത്ര വർക്ക് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പം പറയാം എത്ര വർക്ക് ചെയ്യണം മക്കളെ? 0 വർക്ക് ചെയ്യണം. ഫസ്റ്റ് ചാർജിനെ കൊണ്ടുവയ്ക്കാൻ നമുക്ക് ഒരു വർക്കും ചെയ്യണ്ട. കാരണം എന്താണെന്ന് അന്വേഷിച്ചു പോയിട്ടുണ്ടോ? കാരണം എന്താണെന്ന് അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ചാർജിനെ നമ്മൾ കൊണ്ടുവയ്ക്കണമല്ലോ, അല്ലെ? ഫസ്റ്റ് ചാർജിനെ കൊണ്ടുവയ്ക്കുമ്പോ അവിടെ മുമ്പ് വല്ല ചാർജ് ഉണ്ടോ? ഇല്ല. ആദ്യമായിട്ടൊരു ചാർജ് വരികയാണ്. അപ്പൊ ഫസ്റ്റ് ചാർജ് എവിടെ നിന്ന് വരുന്നത്? ഇൻഫിനിറ്റി എയിലേക്കാണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് ചാർജ് എത്തണുള്ളൂ. അതിനു മുമ്പ് അവിടെ വേറെ വല്ല ചാർജുകളുടെ പ്രസൻസ് ഉണ്ടോ മക്കളെ? ഇല്ല. ഒന്നുമില്ലായ്മയിലേക്കാണ്, ഒന്നുമില്ലാത്ത സ്ഥലത്തേക്കാണ്. ഒരു ഇലക്ട്രിക് ഫീൽഡോ ഒരു തരി പോലും ഇല്ലാത്ത സ്ഥലത്തേക്കാണ് എന്ത് വരുന്നത് മക്കളെ? ഫസ്റ്റ് ചാർജിനെ കൊണ്ടുപോയിക്കുന്നത്, അല്ലെ? സോ ഫസ്റ്റ് ചാർജാണ് ആദ്യം വരുന്ന ചാർജ്. ആദ്യം വരുന്ന ചാർജിനെ തടയാനായിട്ട് ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോ, തടയാനായിട്ടോ ഒപ്പോസ് ചെയ്യാനായിട്ടോ അവിടെ ആരും പ്രസന്റ് അല്ല. ഈവൻ ഒരു ഇലക്ട്രിക് ഫീൽഡ് പോലും അവിടെ എന്തല്ല മക്കളെ? പ്രസന്റ് ആണോ? അല്ല. ആണോ? ഉണ്ടോ മക്കളെ? ഫസ്റ്റ് ചാർജിനെ തടയാൻ വേണ്ടി വല്ലതും ഉണ്ടോ അവിടെ? ഫസ്റ്റ് ചാർജിനെ തടയാൻ വേണ്ടി വല്ലതും ഉണ്ടോ? ഇല്ല. ഫസ്റ്റ് ചാർജിനെ തടയാൻ ആരുമില്ല. അങ്ങനെ തടയാൻ ആരുമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? തടയാൻ ആരുമില്ല, ഒന്നുമില്ല. അപ്പൊ നമുക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ വർക്ക് ഡൺ ടു ബ്രിങ് ഫസ്റ്റ് ചാർജ്, വർക്ക് ഡൺ ടു ബ്രിങ് ഫസ്റ്റ് ചാർജ്. ശ്രദ്ധിച്ചോളാം, ഇതെല്ലാത്തിലും തന്നെയാണ്. ഫസ്റ്റ് ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക് എത്രയാണ്? ഫസ്റ്റ് ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക് എത്രയാണ്? 0. ഇത് ക്ലിയർ? ഫസ്റ്റ് ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക് എത്രയാണ് മക്കളെ? 0. കുഴപ്പമില്ലല്ലോ, കിട്ടിയില്ലേ? ഫസ്റ്റ് ചാർജിനെ കൊണ്ടുവരാൻ വർക്കില്ല, കിട്ടിയില്ലേ? എന്തുകൊണ്ട് വർക്കില്ല? ഫസ്റ്റ് ചാർജിനെ തടയാൻ ആരുമില്ല. ക്ലിയർ? ഇത് ക്ലിയർ? അടുത്തേക്ക് പോട്ടെ, അടുത്ത ഭാഗം പറയട്ടെ. ഫസ്റ്റ് ചാർജിനെ തടയാൻ ആരുമില്ല. യെസ്. ഇനി ആരെ കൊണ്ടുവരാൻ പോണം നമ്മൾ? സെക്കൻഡ് ചാർജിനെ. ഇനി നമ്മൾ ആരെ കൊണ്ടുവരാൻ പോണം മക്കളെ? സെക്കൻഡ് ചാർജിനെ. സെക്കൻഡ് ചാർജിനെ ഏത് പോയിന്റിലേക്ക് കൊണ്ടുവരാൻ? നമ്മൾ ബി എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് കൊണ്ടുപോകാൻ നോക്കണേ. സെക്കൻഡ് ചാർജ് നമ്മൾ ഏത് പോയിന്റിലേക്ക് കൊണ്ടുപോകാൻ നോക്കണേ? ബി എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് നമ്മൾ കൊണ്ടുവയ്ക്കാൻ നോക്കുന്നത്. ക്ലിയർ ആണല്ലോ? ബി എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് കൊണ്ടുവയ്ക്കാൻ നോക്കണേ. അപ്പൊ പക്ഷേ സെക്കൻഡ് ചാർജ് വരുമ്പോ ഓൾറെഡി അവിടെ ഫസ്റ്റ് ചാർജ് എത്തിയിട്ടുണ്ട്, അല്ലെ? സെക്കൻഡ് ചാർജ് വരുന്ന സമയത്ത് ഓൾറെഡി അവിടെ ആരെത്തിയിട്ടുണ്ട് മക്കളെ? ഫസ്റ്റ് ചാർജ് എത്തിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ചാർജ് ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. ആ ഫസ്റ്റ് ചാർജിന്റെ അടുത്തുള്ള ഒരു പോയിന്റ് ആണ് ബി. ഫസ്റ്റ് ചാർജ് ഏതായിരിക്കണേ? ആ ഫസ്റ്റ് ചാർജിന്റെ അടുത്തുള്ള ഒരു പോയിന്റ് ആണ് ബി. അങ്ങനെ അടുത്തേക്കാണ് സംഭവിക്കുന്നത് മക്കളെ? Q2നെ കൊണ്ടുവരുന്നത്. അപ്പൊ Q2നെ എതിർക്കാനായിട്ട് അവിടെ ഏത് ചാർജും ഇപ്പോഴുണ്ട്. ഏത് ചാർജ് ഉണ്ട് മക്കളെ? Q2 എതിർക്കാനായിട്ട് അവിടെ ഏത് ചാർജ് ഉണ്ട്? ഫസ്റ്റ് ചാർജ് അവിടെ ഉണ്ട്. സോ we have to perform some amount of work to bring Q2 from infinity to that point. Clear ആണോ? നമുക്ക് എന്ത് ചെയ്യണം മക്കളെ? ഇൻഫിനിറ്റിയിൽ നിന്ന് ആ Q2 എന്ന് പറയുന്ന ചാർജിനെ ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തിക്കാൻ we have to perform some amount of work. Why എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Q1 is already present there. Q1 opposes the arrival of Q2 എന്ന് പറയാം. Q1 എന്ത് ചെയ്യുന്നത് മക്കളെ? Q2 നെ തടയും. Is that clear? ഫസ്റ്റ് ചാർജിനെ കൊണ്ടുവരാൻ വർക്ക് ഉണ്ടോ? Q1 കൊണ്ടുവരാൻ വർക്ക് ഉണ്ടോ? Q1 കൊണ്ടുവരാൻ വർക്കിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, കാരണം ഫസ്റ്റ് ചാർജ് തടയാൻ ആരുമില്ല. സെക്കൻഡ് ചാർജിന് തടയാൻ അതല്ല അവസ്ഥ. സെക്കൻഡ് ചാർജ് തടയാൻ ആരുണ്ട്. സോ വർക്ക് അവിടെ ഉണ്ട്. വർക്ക് ഈസ് ദർ. അപ്പൊ സെക്കൻഡ് ചാർജിന് കൊണ്ടുവരാൻ വർക്ക് ഉണ്ട്. ആ വർക്കാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, റൈറ്റ്. മക്കളെ പറയട്ടെ. യെസ്, ആ വർക്കാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ പോട്ടെ, Q2 നമ്മളിപ്പോ കൊണ്ടുവന്നിട്ട് വെച്ചോ. യെസ്, Q2 അവിടെ തന്നെ വിചാരിക്കാം. എവിടെ? ഇൻഫിനിറ്റി ആണെന്ന് വിചാരിക്കും. ആദ്യം ആരെത്തി? ഫസ്റ്റ് ചാർജ് എത്തി. Q1 എന്നുള്ള ചാർജ് എത്തി. ഏത് പറഞ്ഞ പോയിന്റിലേക്ക് എത്തി. കേട്ടോ? വർക്ക് ഇല്ല. അതിന് സംശയം ഉണ്ടെങ്കിൽ ഇറങ്ങി പോവാ. കേട്ടോ? സംശയം ഉണ്ടെങ്കിൽ ഇറങ്ങി പോവാ. ഇനി അതിന് വേറെ എക്സ്പ്ലനേഷൻ ഇല്ല. യെസ്. അപ്പൊ ഫസ്റ്റ് ചാർജിനെ കൊണ്ടുവരാൻ എന്തില്ല മക്കളെ? വർക്ക് ഉണ്ടോ? ഇല്ല. സോ ഫസ്റ്റ് ചാർജിനെ കൊണ്ടുവരാൻ മക്കളെ വർക്ക് ഇല്ല. അപ്പൊ ഓൾറെഡി ഫസ്റ്റ് ചാർജ് എത്തി. ഇനി ഈ ഫസ്റ്റ് ചാർജ് ഏത് പറഞ്ഞ പോയിന്റിലേക്കാണ്? അല്ലെ? ഫസ്റ്റ് ചാർജ് ഏത് പറഞ്ഞ പോയിന്റിലേക്കാണ്? എയിൽ നിന്ന് ആ ഡിസ്റ്റൻസ് അകലത്തിലുള്ള പോയിന്റ് ആണ് ബി. ആണല്ലോ? ബി എന്ന് ഏത് ഡിസ്റ്റൻസ് അകലത്തിലുള്ള പോയിന്റ് ആണ്. സോ വാട്ട് ഈസ് പൊട്ടൻഷ്യൽ അറ്റ് ബി?
മക്കളെ ശ്രദ്ധിക്കട്ടോ. പൊട്ടൻഷ്യൽ അറ്റ് ബി ഡ്യൂ ടു ഫസ്റ്റ് ചാർജ്. പൊട്ടൻഷ്യൽ അറ്റ് ബി ഡ്യൂ ടു ഫസ്റ്റ് ചാർജ്. കാണുന്നുണ്ടല്ലോ മക്കളെ, പൊട്ടൻഷ്യൽ അറ്റ് ബി ഡ്യൂ ടു ഫസ്റ്റ് ചാർജ്. ബി എന്ന് പറയുന്ന പോയിന്റില് ആദ്യത്തെ ചാർജ് കാരണം ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്? ആദ്യത്തെ ചാർജ് കാരണം ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്? ബി എന്ന് പറയുന്ന പോയിന്റ് ആദ്യത്തെ ചാർജ് കാരണം ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ 1/4πε0 Q1 divided by R. Is that clear? Is that clear? അപ്പൊ ആദ്യം ഏത് ചാർജ് എത്തി മക്കളെ? ശ്രദ്ധിച്ചോ, ആദ്യം ഏത് ചാർജ് എത്തി? Q1. Q1 കൊണ്ടുവരാൻ വർക്കില്ല, അതായത് നമ്മൾ ആ ഭാഗം കഴിഞ്ഞു. ഇനി Q1 അവിടെ എത്തിയ സ്ഥിതിക്ക് Q1 എന്ത് ചെയ്യുന്നുണ്ടാവും? ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാവും. Q1 എന്ന് പറഞ്ഞ ചാർജ് ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എന്ത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാവും? ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാവും. എത്രയാണ് പൊട്ടൻഷ്യൽ? 1/4πε0 Q1/R. അപ്പൊ 1/4πε0 Q1/R എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് ബി ഡ്യൂ ടു ആര് കാരണം Q1. ക്ലിയർ ആണല്ലോ? പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് ബി ഡ്യൂ ടു ഫസ്റ്റ് അതാണ് 1/4πε0 Q1/R. ഇതിന് സംശയം ഉണ്ടോ? ഇതിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. ഇനി ഞാൻ നിങ്ങളോട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. എന്താണ് പൊട്ടൻഷ്യൽ? ഞാൻ നിങ്ങളോട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എന്താണ് പൊട്ടൻഷ്യൽ? എന്താണ് പൊട്ടൻഷ്യൽ? 4 ക്ലാസ് മുമ്പിൽ നമ്മൾ എടുത്താണ് പൊട്ടൻഷ്യൽ. സോ വാട്ട് ഡു യു മീൻ ബൈ പൊട്ടൻഷ്യൽ? പറയാം, എന്താണ് പൊട്ടൻഷ്യൽ എന്ന് പറയും. അങ്ങനെ പറയുന്നത് സാർ അല്ലെ? അങ്ങനെയൊന്നും ഞങ്ങളോട് ചോദിക്കരുത് സാർ. ഞങ്ങളൊക്കെ ഇങ്ങനെ തട്ടിപ്പിട്ടി പൊക്കോട്ടെ സാർ. വെറുതെ സംശയം ചോദിച്ചിട്ട് സാർ ഞങ്ങളെ എന്താണ് പൊട്ടൻഷ്യൽ? യെസ്, രോഹിത് പറയുന്നു the work done to move a unit positive charge from infinity to point. Yes, yes, good. Work done to move a unit positive charge from infinity to point. എനിക്ക് ആൻസർ കിട്ടും. യെസ്, നിങ്ങൾ എന്താ പറഞ്ഞു? ഗുഡ്. അതായത് ഒരു ചാർജിന് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ ഒരു കുളം ചാർജിന് അല്ലെ, ഒരു കുളം ചാർജ് ഉള്ളൂ നമ്മുടെ കയ്യിൽ നിന്ന് വിചാരിക്കാം. ഒരു കുളം ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് എത്തിക്കാനുള്ള വർക്കാണ് പൊട്ടൻഷ്യൽ. ക്ലിയർ അല്ലേ? എന്താണ് പൊട്ടൻഷ്യൽ? ഒരു ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു കുളം ചാർജിനെ എത്തിക്കാനുള്ള വർക്കാണ് പൊട്ടൻഷ്യൽ. ഒരു കുളം ചാർജിനെ എത്തിക്കാനുള്ള വർക്കാണ് പൊട്ടൻഷ്യൽ. അതിലാർക്കും സംശയമില്ല കേട്ടോ. അതിലാർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഒരു കുളം ചാർജ് നമുക്ക് ഒരു കുളം ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് എത്തിക്കാനുള്ള വർക്കാണ് പൊട്ടൻഷ്യൽ. മക്കളെന്താ ഇതെന്താ? 1/4πε0 Q1/R. 1/4πε0 Q1/R എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? പൊട്ടൻഷ്യൽ അറ്റ് ബി. 1/4πε0 Q1/R എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? പൊട്ടൻഷ്യൽ അറ്റ് ബി. മക്കളെ ഇതാണ് പൊട്ടൻഷ്യൽ അറ്റ് ബി. പൊട്ടൻഷ്യൽ അറ്റ് ബി. എന്താണ് പൊട്ടൻഷ്യൽ അറ്റ് ബിയുടെ അർത്ഥം? എന്താണ് പൊട്ടൻഷ്യൽ അറ്റ് ബിയുടെ അർത്ഥം? എന്താണ് അർത്ഥം? അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ കിടക്കുന്ന ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഞാൻ എഴുതുന്നുണ്ട്. ഇൻഫിനിറ്റിയിൽ കിടക്കുന്ന ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എത്ര എത്തിക്കാൻ വേണ്ട വർക്ക് എത്രയാണ്? ഇൻഫിനിറ്റിയിൽ കിടക്കുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ബിയിലേക്ക് എത്തിക്കാൻ വേണ്ട വർക്കാണ്. ഇൻഫിനിറ്റിയിൽ കിടക്കുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ബിയിലേക്ക് എത്തിക്കാൻ വേണ്ട വർക്കാണ് ഇത് പൊട്ടൻഷ്യൽ. Is that clear? So 1/4πε0 എല്ലാവരും നിങ്ങളുടെ കാതുകളും എന്ത് ചെയ്യാ? തലച്ചോറും തോന്നു പിടിക്കുക. 1/4πε0 Q1/R. It is the potential at point B. What is potential at point B? This much of work is required. 1/4πε0 Q1/R. അത്രയും വാല്യൂ വർക്ക് ആവശ്യമുണ്ട്. ഇത്രയും വർക്ക് വേണം. ആരെ കൊണ്ടുവരാൻ? എവിടെ നിന്ന് എവിടേക്ക്? ആരെ കൊണ്ടുവരാൻ? വൺ കുളം ചാർജിനെ കൊണ്ടുവരാൻ എവിടെ നിന്ന് മക്കളെ? ഇൻഫിനിറ്റിയിൽ നിന്ന് ഏതിലേക്ക്? ബിയിലേക്ക്. ഇൻഫിനിറ്റിയിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരാൻ വർക്ക് ഇതാ. Is that clear? Clear ആണോ? യെസ്. അപ്പൊ എന്റെ കയ്യിൽ ഒരു 1 കുളം ചാർജ് ഉണ്ട്. എത്ര വർക്ക് വേണം മക്കളെ? 1 കുളം ചാർജിന് വരാൻ എത്ര വർക്ക് എത്രയാണ്? നിങ്ങളൊന്ന് പറ. അത് നിങ്ങളൊന്ന് പറഞ്ഞേ പറ്റൂ. 1 കുളം ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുവരാനുള്ള വർക്ക് എത്രയാണ്? 1 കുളം ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ബിയിലേക്ക് കൊണ്ടുവരാനുള്ള വർക്ക് എത്രയാണ്? വൺ കുളം ചാർജിനെ ഇൻഫിനിറ്റി ബിയിലേക്ക് കൊണ്ടുവരാനുള്ള വർക്ക് എത്രയാ? ഇപ്പൊ എഴുതി വെച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ബി എത്രയാ? 1/4πε0 Q1/R.
Is that clear? ഇത്രയും വർക്ക് വേണം. ഇത് കിട്ടിയോ? 1 കുളം ചാർജിനെ കൊണ്ടുള്ള വർക്ക് 1/4πε0 q1/r. 1 കുളം ചാർജിനെ ഇൻഫിനിറ്റി നിന്ന് b ലേക്ക് കൊണ്ടുള്ള വർക്ക് 1/4πε0 q1/r. ഇത് കിട്ടിയോ? 1 കുളം ചാർജിനെ കൊണ്ടുള്ള വർക്ക് അതാണ് കിട്ടിയ. യെസ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 1 കുളം ചാർജ് കൊണ്ട് എത്ര വർക്ക്? 5ാം ക്ലാസ്സിലെ പിള്ളേര് പറയട്ടാ, 1 കുളം ചാർജിനെ കൊണ്ട് എത്ര വർക്ക്? 1 കുളം ചാർജിനെ കൊണ്ട് എത്ര വർക്ക് ആണെങ്കിൽ എത്ര വർക്ക്? 1/4πε0 q1/r ആണെങ്കിൽ 2 കുളം ചാർജിനെ കൊണ്ട് എത്ര വർക്ക് വേണം മക്കളെ? 1 കുളം ചാർജിന് എത്ര വർക്ക് ആണെങ്കിൽ 2 കുളം ചാർജിന് എത്ര വർക്കാണ്? ഇൻറ്റു 2 ചെയ്യാം. 5 കുളം ചാർജിനെ കൊണ്ട് എത്ര വർക്ക് ചെയ്യണം മക്കളെ? ഇൻറ്റു 5 ചെയ്യാം. അപ്പൊ ഇൻഫിനിറ്റിയിൽ നിന്ന് 1 കുളം ചാർജിനെ കൊണ്ടുള്ള വർക്ക് 1/4πε0 q1/r. ഏത് പോയിന്റിലേക്ക്? ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക്. 1 കുളം ചാർജിനെ ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുള്ള വർക്ക് 1/4πε0 q1/r. 5 കുളം ചാർജ് ആണെങ്കിൽ ഇൻറ്റു 5. 10 കുളം ചാർജിനെ കൊണ്ടുള്ള വർക്ക് ആണെങ്കിൽ ഇൻറ്റു 10. 20 കുളം ചാർജിനെ കൊണ്ടുള്ള വർക്ക് ആണെങ്കിൽ 1/4πε0 q1/r ഇൻറ്റു 20. q2 ചാർജിനെ കൊണ്ടുള്ള വർക്ക് ആണെങ്കിലോ? What is the amount of work required to bring Q2 charge? Work required to bring Q2 charge. മക്കളെ 1 കുളം ചാർജിന് എത്ര? 1 കുളം ചാർജിന് എത്ര? Q2 ചാർജിനെ കൊണ്ടുവരുന്ന മക്കളെ ഇൻറ്റു ചെയ്യണം 1/4πε0 Q1 into Q2/r. Is that clear? Clear? Q1 into Q2/r. കഴിഞ്ഞു പരിപാടി. അപ്പൊ Q2 നെ കൊണ്ടുള്ള വർക്ക് എത്രയാ? 1/4πε0 Q1 into Q2/r. കേട്ടോ? നിങ്ങൾ നോക്കിയേ, Q1 Q2 നെ കൊണ്ടുള്ള വർക്ക് ഇങ്ങനെ ഒന്ന് പഠിച്ചു വെക്കട്ടോ. ഞാൻ ഇപ്പൊ പറഞ്ഞ സ്റ്റാൻഡേർഡ് മെത്തേഡാ, അത് നിങ്ങൾ പഠിക്കണ്ട. ഇനി ഞാൻ പറയുന്നതാണ് അതിന്റെ എളുപ്പവഴി. ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഫസ്റ്റ് ഇനി ഞാൻ പറയുന്നതാണ് അതിന്റെ എളുപ്പവഴി. ഇതിപ്പോ സ്റ്റാൻഡേർഡ് വഴി, സ്റ്റാൻഡേർഡ് വഴി നമുക്ക് ആവശ്യമില്ല. പറയുന്ന എളുപ്പവഴി ശ്രദ്ധിക്കാം. ഫസ്റ്റ് ചാർജ് കൊണ്ടുള്ള വർക്ക് ഉണ്ടോ? അതില്ലല്ലോ. ഫസ്റ്റ് ചാർജിന്റെ വർക്ക് ഇല്ലല്ലോ, അത് എല്ലാവർക്കും അറിയാമോ? ഫസ്റ്റ് ചാർജിന്റെ അവിടെ വർക്ക് ഇല്ല. കാരണം എന്താ? അവിടെ ഫസ്റ്റ് ചാർജിനെ തടയാൻ ആരുമില്ല. സെക്കൻഡ് ചാർജിനെ കൊണ്ടുവരുമ്പോ അവരെ തടയാൻ ആരുണ്ട്? സെക്കൻഡ് ചാർജിനെ കൊണ്ടുവരുമ്പോ അവരെ തടയാൻ ആരുണ്ട് മക്കളെ? സെക്കൻഡ് ചാർജിനെ കൊണ്ടുവരുമ്പോ അവരെ തടയാൻ ആരുണ്ട്? ഫസ്റ്റ് ചാർജ് ഉണ്ട്. അപ്പൊ സെക്കൻഡ് ചാർജിന് വർക്ക് വേണം, സെക്കൻഡ് ചാർജിനെ കൊണ്ടുവരാൻ വർക്ക് വേണം. എന്താ വർക്കിന്റെ ഇക്വേഷൻ അറിയോ മക്കളെ? എന്താ വർക്കിന്റെ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ആദ്യം 1/4πε0 അതിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ എല്ലാത്തിലും നമ്മൾ 1/4πε0 ഇടാറുണ്ട്. അപ്പൊ നമ്മൾ ഈ വർക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? വർക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? 1/4πε0 ഇടുക. ഇനി ആരെ വരണേ? Q2 ആണ് വരണേ. ആരെ വരണേ മക്കളെ? Q2 ആണ് വരുന്നത്. ആരാ തടയാൻ നിൽക്കണേ? Q1 ആണ് തടയാൻ നിൽക്കണേ. ആരാ തടയാൻ നിൽക്കണേ? Q1. വരുന്നത് Q2, തടയാൻ നിൽക്കുന്നത് Q1. ആ വരുന്നവനെയും തടയുന്നവനെയും മൾട്ടിപ്ലൈ ചെയ്യും. വരുന്നവനെയും തടയുന്നവനെയും മൾട്ടിപ്ലൈ ചെയ്യുക, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതാണ് വർക്ക്. അതാണ് വർക്ക്. സിമ്പിൾ ആണ്. അപ്പൊ ആദ്യത്തെ ചാർജിന് വർക്കില്ല, Q1 വരാൻ വേണ്ടി വർക്കില്ല. ഇനി Q2 വരാൻ വേണ്ടിയിട്ടുള്ള വർക്ക് എത്രയാ മക്കളെ? വരുന്നവനാരാ? Q2, തടയുന്നവനാരാ? Q1. അപ്പൊ 1/4πε0 വരുന്നവൻ Q2, തടയുന്നവൻ Q1 ബൈ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ചെയ്താൽ വർക്ക് കിട്ടും. ഇസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? അപ്പോ രണ്ടാമത്തെ ചാർജിന്റെ വർക്ക് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്ന മക്കളെ? 1/4πε0 വരുന്നവൻ രണ്ടാമത്തവൻ, തടയുന്നവൻ ഒന്നാമത്തവൻ, Q2 by Q1 by distance. So what is the total work? അപ്പൊ രണ്ടുപേരും കൊണ്ടാണ് ടോട്ടൽ വർക്ക് എത്രയാണ്? ടോട്ടൽ വർക്ക് രണ്ടുപേരും കൊണ്ടാണ് ടോട്ടൽ വർക്ക് എത്രയാണ് മക്കളെ? രണ്ടുപേരും കൊണ്ടാണ് ടോട്ടൽ വർക്ക്. ഫസ്റ്റ് ആളെ കൊണ്ടുവരാൻ വർക്ക് 0. ഫസ്റ്റ് ആളെ കൊണ്ടുവരാൻ വർക്ക് 0. രണ്ടാമത്തെ ആളെ കൊണ്ടുവരാൻ വർക്ക് 1/4πε0 Q1 Q2/r square. So total work എന്ന് പറയുമ്പോൾ 0 plus 1/4πε0 Q1 Q2/r. 1/4πε0 Q1 Q2/r. So that is the total work done. രണ്ട് ചാർജിനും കൊണ്ടുള്ള ടോട്ടൽ വർക്ക് എത്രയാണ്? 1/4πε0 Q1 Q2/r. ഈ വർക്ക് എന്തായിട്ട് സ്റ്റോർ ചെയ്യും? ഈ വർക്ക് potential energy ആയിട്ട് സ്റ്റോർ ചെയ്യും. ഈ വർക്ക് potential energy ആയിട്ട് സ്റ്റോർ ചെയ്യും. So what is the potential of system of two charges? Q1 by Q1, sorry, 1/4πε0 Q1 into Q2/r. കഴിഞ്ഞു. Get 1/4πε0 Q1 Q2/r. Is there any doubt? Doubt no? Doubt ഇല്ല? Doubt ഇല്ല. ഇനി ഞാനൊരു കാര്യം പറഞ്ഞു. ഫസ്റ്റ് ചാർജിനെ കൊണ്ടുവരാൻ വർക്കില്ല, അതാണ് ഏറ്റവും മെയിൻ കാര്യം.
കാരണം തടയാൻ ആരുമില്ല. അത് കാരണം കേട്ടോ, ഒന്നുമില്ല, ആരുമിലേക്ക് കൊണ്ടുവരാറുണ്ട്, വർക്കില്ല. രണ്ടാമത്തെ ചാർജ് കൊണ്ടുവരുമ്പോ വർക്കുണ്ട്. എത്രയാ? 1/4πε0. ഫസ്റ്റത്തവൻ തടയാൻ നിൽക്കുന്നു, രണ്ടാമത്തവൻ വരുന്നവരും തടയാൻ നിൽക്കുന്നു, ഇൻഡ്യൂ ചെയ്യാം ബൈ അവർ നമ്മൾ ഡിസ്റ്റൻസ്. അത്ര ഉള്ള വർക്ക്. ക്ലിയർ ആയോ? ആ വർക്ക് ആണ്. അപ്പോ ടോട്ടൽ വർക്ക് എന്ത് വരും? ഫസ്റ്റ് വരുമ്പോ 0 പ്ലസ് രണ്ടാമത് വരുമ്പോ 1/4πε0 Q1 Q2/R. ഇതാണ് ടോട്ടൽ വർക്ക്. രണ്ടുപേരെ കൊണ്ടാണ് എവിടെ നിന്ന്? ഇൻഫിനിറ്റി നിന്ന് ഏതൊക്കെ പോയിന്റിലേക്ക്? എ ബി തമ്മിലുള്ള പോയിന്റിലേക്ക്. സോ വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി? ആ വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി. 1/4πε0 Q1 Q2/R. ക്ലിയർ ആണോ? ഏതെങ്കിലും ഒരു കുട്ടിക്ക് സംശയത്തിന്റെ ഏതെങ്കിലും ഒരു കണിക പോലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഡൗട്ടിന്റെ ഏതെങ്കിലും ഒരു കണിക പോലും ഉണ്ടെങ്കിൽ ചോദിക്കാം. കണികയില്ല കേട്ടോ, അല്ലെ? ഒരു കണിക പോലും ഇല്ല. ക്ലിയർ ആണ്? ഓക്കെ ഗുഡ്. ഡൗട്ടില്ലല്ലോ? അമ്മേ യെസ്. അപ്പൊ നമുക്ക് അടുത്ത് പോകാം. കുഴപ്പമില്ലല്ലോ? അടുത്തത് നിങ്ങൾ പറയില്ലേ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അടുത്തത്. സോ നമ്മൾ അടുത്ത ടോപ്പിക് അല്ലെങ്കിൽ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് 3 ചാർജസ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് 3 ചാർജസ്. പറയട്ടെ, എത്ര ചാർജ് ഉണ്ടാവും? ആ ഹെഡിങ്ങിൽ കിട്ടല്ലോ. എത്ര ചാർജ് ഉണ്ടാവും? 3 ചാർജ് ഉണ്ടാവും. യെസ്, Q1 Q2 Q3. എല്ലാ കുട്ടികളും ശ്രദ്ധിക്കാം. Q1 Q2 Q3. എവിടെയാണ് ഇരിക്കണവര് തുടക്കത്തില്? എവിടെ ഇരിക്കണവര് തുടക്കത്തില്? തുടക്കത്തില് ഇത് ഇൻഫിനിറ്റി ആണ്. സോറി, തുടക്കത്തിൽ ഇൻഫിനിറ്റി ഇരിക്കും. അവര് നമ്മൾ തീർന്നു മക്കളെ 3 പോയിന്റിൽ കൊണ്ടുവയ്ക്കുന്നു. 3 പോയിന്റ് വേണം, 2 പോയിന്റിലേക്ക് ഒന്നും കൊണ്ടുവയ്ക്കരുത്. അത്രയും മികച്ച ബുദ്ധി ഒന്നും കാണിക്കരുത് കേട്ടോ. നിങ്ങൾ അത്രയും മികച്ച ബുദ്ധിയുള്ള ആൾക്കാരായോണ്ട് പറയാണ് കേട്ടോ. 3 പോയിന്റ്, 3 ചാർജിന്റെ 3 പോയിന്റിലേക്ക് കൊണ്ടുവയ്ക്കണം. അതാ നോക്കുക, 3 പോയിന്റ്. സപ്പോസ് എ ബി സി വെറുതെ ജസ്റ്റ് ഫോർ ഫാദർ നമ്മൾ ഇത് 3 പോയിന്റുകൾ. യെസ്, 3 പോയിന്റിലേക്ക് നമ്മൾ ഇൻഫിനിറ്റിയിലുള്ള 3 ചാർജുകളെ മക്കൾ എന്ത് ചെയ്യാൻ നോക്കും? നമ്മൾ കൊണ്ടുവയ്ക്കാൻ നോക്കും. വെക്കട്ടെ വെക്കാം. ആദ്യത്തെ ചാർജിനെ ഏഴ് കൊണ്ടുവച്ച്. ഗംഭീരം. ആദ്യത്തെ ചാർജിനെ ഏഴ് കൊണ്ടുവച്ച്. ഫസ്റ്റ് ചാർജിനെ ഏഴ് കൊണ്ടുവച്ചു. പൈസ വർക്കിടൻ പറയുന്നവർക്ക് പ്രത്യേക സമ്മാനം. പൈസ വർക്കിടൻ. യെസ്, ഞാൻ ഇവിടെ പറഞ്ഞേക്കാൾ മുമ്പ് അവിടെ പറഞ്ഞു. യെസ്, വർക്കിടൻ ഈസ് ഈക്വൽ ടു 0. കാരണം ആദ്യത്തെ ചാർജിനെ തടയാൻ അവിടെ ആരുമില്ലാത്ത കാരണം കൊണ്ട് വർക്ക് 0. ക്ലിയർ ആണല്ലോ? അതിന് യാതൊരുവിധ സംശയം വേണ്ട. യെസ്, ക്ലിയർ. വർക്ക് 0 ആണ്. കാരണം ഫസ്റ്റ് ചാർജ് വരുമ്പോൾ തടയാൻ ആരുമില്ല. ഇനി ആരെ കൊണ്ടുവയ്ക്കണ്ടേ? രണ്ടാമത്തെ ചാർജിനെ കൊണ്ടുവയ്ക്കണം. രണ്ടാമത്തെ ചാർജ് ഞാൻ ഇവിടേക്ക് കൊണ്ടുവയ്ക്കാം. നമുക്ക് സീലേക്ക് കൊണ്ടുവയ്ക്കാം. വേണ്ട, ഇനിയിപ്പോ ഓർഡർ തെറ്റിലേക്ക് ഇന്ന് രാത്രി അവർക്ക് 8 കുറെ പേര്. യെസ്, അപ്പൊ ബിയിലേക്ക് കൊണ്ടുവയ്ക്കാം. അപ്പൊ രണ്ടാമത്തെ ചാർജ് നമ്മൾ എവിടെ കൊണ്ടുവയ്ക്കുന്നു മക്കളെ? Q2 എന്ന് പറഞ്ഞ ചാർജിനെ ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവയ്ക്കും. ക്ലിയർ ആണല്ലോ? ഇവർ നമ്മുടെ ഡിസ്റ്റൻസ് R1 കേട്ടോ. ഡിസ്റ്റൻസ് R1. സോ പറഞ്ഞ മക്കളെ, രണ്ടാമത്തെ ചാർജ് വരുമ്പോ വർക്ക് വേണമല്ലോ. വർക്ക് വേണം. എന്താ മക്കളെ വർക്കിന്റെ ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചേ? 1/4πε0. ലോകത്തുള്ള എല്ലാത്തിനും എഴുതാം 1/4πε0. അത് മസ്റ്റ് കേട്ടോ. വരുന്നവരും തടയുന്നവരും ഇൻഡ്യൂ ചെയ്യാം. വരുന്നവനാരാ? വരുന്നവനാരാ? വരുന്നവനും തടയുന്നവരും ഇൻഡ്യൂ ചെയ്യാം. ആരാ വരുന്നേ? മക്കളെ, ആരാ വരുന്നത്? Q2 ആണ് വരുന്നത് അല്ലെ? യെസ്, ആരാ മക്കളെ? Q2 ആണ് വരുന്നത്. ആരാ തടയാൻ നിൽക്കണേ? യെസ്, Q1 ആണ് തടയാൻ നിൽക്കുന്നത്. സോ Q2 വരുന്നു, Q1 തടയാൻ നിൽക്കുന്നു. അപ്പൊ Q2 Q1 വരുന്നവൻ തടയുന്നവൻ അവരുടെ ഡിസ്റ്റൻസ് എത്രയാ? ഇതാണ് രണ്ടാമത്തെ ചാർജ് കൊണ്ടുള്ള വർക്ക്. 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ ബുദ്ധി നിലവാരമുള്ള കുട്ടികൾക്ക് വരെ ഇതെന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. അപ്പൊ വരുന്നവൻ Q2, തടയുന്നവൻ Q1. അവർ തമ്മിൽ ഇൻഡ്യൂസ് ചെയ്യാൻ അവരുടെ ഡിസ്റ്റൻസ്. യെസ്, ഇനി എത്ര ചാർജ് മക്കളെ? മൂന്നാമത്തെ ചാർജ്. മൂന്നാമത്തെ ചാർജിനെ എവിടെ കൊണ്ടുവയ്ക്കുന്നു മക്കളെ? സി എന്ന് പറയുന്ന പോയിന്റ് കൊണ്ടുവയ്ക്കുന്നു. Q3 സി എന്ന് പറഞ്ഞ പോയിന്റ് കൊണ്ടുവയ്ക്കുന്നു മക്കളെ. മൂന്നാമത്തെ ചാർജിനെ സി. മക്കളെ, ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് R3 എന്ന് വിചാരിക്കുക. ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് R2.
യെസ്. മൂന്നാമത്തെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം പറയാൻ കൂടെ ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ പറയാൻ തയ്യാറാണെന്നുള്ളോ നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ചാർജ് വരുമ്പോൾ മൂന്നാമത്തെ ചാർജിനെ ആരൊക്കെ എതിർക്കാൻ നിൽക്കുന്നു? മൂന്നാമത്തെ ചാർജിനെ ആരൊക്കെ എതിർക്കുന്നു? മൂന്നാമത്തെ ചാർജ് Q3 എന്ന് പറഞ്ഞ ചാർജ് ഇവിടേക്ക് വന്ന് നിൽക്കുമ്പോ Q3നെ ആരൊക്കെ എതിർക്കും മക്കളെ? ആരൊക്കെ എതിർക്കും? Q1 എതിർക്കും, Q2 എതിർക്കും. കാരണം Q1 Q2 ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ Q1 ഓൾറെഡി എത്തിക്കഴിഞ്ഞു, Q2 ഓൾറെഡി എത്തിക്കഴിഞ്ഞു, എന്നിട്ടാണ് Q3 വരുന്നത്. സോ Q3നെ Q1 എതിർക്കും, Q2 എതിർക്കും. വേറൊന്നും ചെയ്യണ്ട. സോ വൈസ് വർക്ക് ഡൺ Q3. Work done is equal to 1/4 pi epsilon 0. Must 1/4 pi epsilon 0 എല്ലാത്തിലും ഉണ്ട്. ഇനി വരുന്നവൻ Q3 എതിർക്കുന്നവൻ Q1 എടുക്കാതെ. അപ്പൊ ആദ്യം എതിർക്കുന്നു Q3 Q1 എന്നർത്ഥം മക്കളെ? Q3 Q1 എന്നർത്ഥം Q3 വരുന്നു, Q1 എതിർക്കുന്നു, Q3 വരുന്നു, Q1 എതിർക്കുന്നു. സോ Q3 Q1 ബൈ ഡിസ്റ്റൻസ് R2. അവർ നമ്മുടെ ഡിസ്റ്റൻസ് Q3 Q1 നമ്മുടെ ഡിസ്റ്റൻസ് R2. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്ത തന്നെ 1/4 pi epsilon 0. Q3 വീണ്ടും വരുന്നു, എതിർക്കുന്നവൻ Q2. മക്കളെ Q3 വരുന്നു, രണ്ടാമത് എതിർക്കുന്നവൻ Q2 ബൈ അവരുടെ ഡിസ്റ്റൻസ് R3. സോ ദിസ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രേക്ക് Q3. അപ്പൊ മൂന്നാമത്തെ Q3നെ വരുമ്പോഴുള്ള വർക്ക് എത്രയാണ്? മൂന്നാമത്തെ Q3 വരുമ്പോഴുള്ള വർക്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 pi epsilon 0 എല്ലാത്തിലും ഉണ്ട്. Q3 വരുന്നു, ആരെതിർക്കുന്നു? Q3 വരുമ്പോ Q1 എതിർക്കുന്നു. അപ്പോ വരുന്നവൻ Q3, എതിർക്കുന്നവൻ Q1 ആയതുകൊണ്ട് Q3 Q1 ബൈ അവരുടെ ഡിസ്റ്റൻസ് ആക്കും. ഇനി അതേ Q3 വരുമ്പോ Q2 എതിർക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ Q3 വരുന്നു, Q2 എതിർക്കാൻ നിൽക്കുന്നു, Q3 Q2 ബൈ അവരുടെ ഡിസ്റ്റൻസ് R3. കേട്ടോ? അപ്പൊ ഇതാണ് വർക്ക്. അപ്പൊ ടോട്ടൽ വർക്ക് എത്ര മക്കളെ? ടോട്ടൽ വർക്ക് ഈക്വൽ ടു ഫസ്റ്റ് ചാർജിനെ കൊണ്ടുവരുമ്പോ വർക്ക് ഉണ്ടോ? ഫസ്റ്റ് ചാർജിനെ കൊണ്ടുവരുമ്പോ വർക്ക് ഉണ്ടോ? ഇല്ല, 0. സെക്കൻഡ് ചാർജ് കൊണ്ടുവരുമ്പോൾ വർക്ക് 1/4 pi epsilon 0 Q1 Q2 by R1. സെക്കൻഡ് ചാർജ് കൊണ്ടുവരുമ്പോൾ വർക്ക് 1/4 pi epsilon 0 Q1 Q2 by R1 പ്ലസ് തേർഡ് ചാർജിനെ കൊണ്ടുവരുമ്പോൾ വർക്ക് 1/4 pi epsilon 0 Q3 Q1 by R2 പ്ലസ് 1/4 pi epsilon 0 Q3 Q2 by R3. ഇതാണ് ടോട്ടൽ വർക്ക്. അതാണ് നമ്മുടെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം. ഓക്കെ, അതാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. അപ്പോ 3 ചാർജുകളുടെ പൊട്ടൻഷ്യൽ എനർജി സാറ് പറഞ്ഞേ. 3 ചാർജുകളുടെ പൊട്ടൻഷ്യൽ എനർജി. ഈ പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് 3 ചാർജസ്. അപ്പൊ 3 ചാർജുകളുടെ പൊട്ടൻഷ്യൽ എനർജി സാറ് പറഞ്ഞേ. 3 ചാർജുകൾ തുടക്കത്തിൽ എവിടെയായിരുന്നു? ഇൻഫിനിറ്റിയിലായിരുന്നു. ഇൻഫിനിറ്റിന്ന് ആ 3 ചാർജുകളെ നമ്മൾ 3 വ്യത്യസ്ത പോയിന്റുകളിലേക്ക് കൊണ്ടുവയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്കാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി. അത് ആദ്യത്തെ ചാർജിനെ കൊണ്ടുവയ്ക്കുമ്പോ പൊട്ടൻഷ്യൽ എനർജി ഇല്ല, അതിന് വർക്കില്ല. കാരണം ആദ്യത്തെ ചാർജിനെ തടയാൻ ആരുമില്ല. തടയാൻ ആരുമില്ലാത്ത കാരണം കൊണ്ട് വർക്കില്ല. ഫസ്റ്റ് ചാർജിനെ കൊണ്ടുവയ്ക്കുന്നു, അവിടെ തടയാൻ ആരുമില്ല, അപ്പൊ വർക്കില്ല. സോ ഫസ്റ്റ് ചാർജ് കൊണ്ടുവച്ചു, വർക്കില്ല. സെക്കൻഡ് ചാർജ് കൊണ്ടുവയ്ക്കുമ്പോ തടയാൻ ആളുണ്ട്. സെക്കൻഡ് ചാർജ് വെക്കുമ്പോൾ തടയാൻ ആളുണ്ട്. സോ 1/4 pi epsilon 0 സെക്കൻഡ് ചാർജ് വരുന്നു, ഫസ്റ്റ് ചാർജ് തടയാൻ നിൽക്കുന്നു Q2 Q1 ബൈ ഡിസ്റ്റൻസ് R1. മൂന്നാമത്തെ ചാർജ് വരുമ്പോ ആരൊക്കെ തടയാൻ നിൽക്കുന്നുണ്ടാവും മക്കളെ? മൂന്നാമത്തെ ചാർജ് വരുമ്പോ ആരൊക്കെ തടയാൻ നിൽക്കുന്നുണ്ടാവും? മൂന്നാമത്തെ ചാർജ് വരുമ്പോഴേക്കും ഓൾറെഡി ഫസ്റ്റ് ചാർജ് എത്തിക്കഴിഞ്ഞു, സെക്കൻഡ് ചാർജ് എത്തിക്കഴിഞ്ഞു. അപ്പൊ ഫസ്റ്റ് ചാർജ് തടയാൻ നിൽക്കുന്നുണ്ടാവും. അപ്പൊ Q3 Q1 വരുന്നവൻ തടയുന്നവൻ ബൈ ഡിസ്റ്റൻസ്. മൂന്നാമത്തെ ചാർജിന് രണ്ടാമത്തെ ചാർജ് തടയും. അപ്പൊ Q3 Q2 ബൈ ഡിസ്റ്റൻസ്. ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? Yes. അത് നോട്ട് ചെയ്യാനുള്ള സിസ്റ്റം ഓഫ് 3 ചാർജസ് നോട്ട് ചെയ്യൂ. നോട്ട് ചെയ്യൂ. നമുക്കടുത്ത് പറയാം. ഓക്കെ. ഇനി ഇപ്പൊ 4 ചാർജ് ഞാൻ ചോദിക്കുകയാണ് വെറുതെ. 4 ചാർജ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എഴുതൊന്നും വേണ്ട കേട്ടോ. 4 ചാർജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത് കേട്ടാ മതി. അപ്പൊ 4 ചാർജ്, സിസ്റ്റം ഓഫ് 4 ചാർജസ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് 4 ചാർജസ്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് 4 ചാർജസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് 4 ചാർജസ്. 4 ചാർജുകളുടെ പൊട്ടൻഷ്യൽ എനർജി. മക്കളെ 4 ചാർജുകൾ തുടക്കത്തിൽ എവിടെയായിരിക്കും? ഇൻഫിനിറ്റിയിലായിരിക്കും. തുടക്കത്തില് ഇൻഫിനിറ്റി. ആ ഇൻഫിനിറ്റിയിലുള്ള 4 ചാർജുകളെ 4 പോയിന്റിലേക്ക് എന്ത് ചെയ്യണം? മക്കളെ കൊണ്ട് വെക്കണം. അപ്പൊ അതിനുള്ള വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി അല്ലെ? അതിനുള്ള വർക്കാണ് നമ്മൾ എന്ത് വിളിക്കുക? പൊട്ടൻഷ്യൽ എനർജി വിളിക്കുക. അപ്പൊ 4 ചാർജുകൾ ഇൻഫിനിറ്റിയിലാണ് തുടക്കത്തിൽ. ഇൻഫിനിറ്റിയിൽ
ഇഷ്ടമുള്ള 4 ചാർജുകൾ നമ്മൾ എന്ത് ചെയ്യണം? 4 പോയിന്റിലേക്ക്, ഇഷ്ടമുള്ള 4 പോയിന്റിലേക്ക് കൊണ്ടുവയ്ക്കണം. ആ കൊണ്ടുവയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന വർക്കാണ് ആ 4 ചാർജുകളുടെ പൊട്ടൻഷ്യൽ എനർജി. ക്ലിയർ ആയല്ലോ? അതിൽ ആദ്യത്തെ ചാർജിനെ കൊണ്ടുവയ്ക്കാനുള്ള വർക്ക് എത്രയാ പറഞ്ഞോ? ആദ്യത്തെ ചാർജിനെ കൊണ്ടുവയ്ക്കാനുള്ള വർക്ക് എത്രയാ? 0. വെരി ഗുഡ് 0. അപ്പൊ ഫസ്റ്റ് ചാർജിനെ കൊണ്ടുവയ്ക്കാനുള്ള വർക്ക് എത്രയാ? 0. കാരണം ഫസ്റ്റ് ചാർജ് തടയാൻ ആരുമില്ല. അപ്പൊ ഫസ്റ്റ് ചാർജ് വന്നു 0. രണ്ടാമത്തെ ചാർജിനെ കൊണ്ടുവയ്ക്കാനുള്ള വർക്ക് എത്രയാന്ന് ചോദിക്കുമ്പോ, രണ്ടാമത്തെ ചാർജിനെ കൊണ്ടുവയ്ക്കാനുള്ള വർക്ക് എത്രയാന്ന് ചോദിക്കുമ്പോ മക്കളെ, രണ്ടാമത്തെ ചാർജ് എത്രയൊക്കെ മുമ്പ് ഫസ്റ്റ് ചാർജ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ചാർജ് അല്ലേ ആദ്യം എത്തിയിട്ട്, അവിടേക്കാണ് രണ്ടാമത്തെ ചാർജ് തന്നെ. അപ്പൊ നമ്മൾ കൊണ്ടുവരുന്ന ചാർജ് രണ്ടാമത്തെ, അവരെ തടയാൻ നിൽക്കുന്ന ചാർജ് ആരാ? ഫസ്റ്റ് ചാർജ്. അപ്പൊ അവിടുത്തെ വർക്ക് ചോദിക്കുമ്പോ മക്കളെ 1/4πε0, അതെല്ലാത്തിലും ഉള്ളതാ 1/4πε0. വരുന്നവൻ ആരെ വരുന്നേ? Q2 ആണ് വരുന്നേ. ആരെ തടയാൻ നിൽക്കണേ? Q1 ആണ് തടയാൻ നിൽക്കണേ. സോ Q2 into Q1 by distance. Q2 into Q1 by distance. അത്രയാണോ? നിങ്ങൾ തടയാൻ നിൽക്കുന്ന ആരെ നോക്കുക, വരുന്നവൻ ആരെ നോക്കുക, അവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക ബൈ ഡിസ്റ്റൻസ്. ഇനിയിപ്പോ മൂന്നാമത്തെ ചാർജ് വരുമ്പോ മക്കളെ, മൂന്നാമത്തെ ചാർജ് വരുമ്പോ ഓൾറെഡി അവിടെ ഫസ്റ്റ് ചാർജ് രണ്ടാമത്തെ ചാർജ് എത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ ചാർജ് വരുമ്പോ ഓൾറെഡി അവിടെ ഫസ്റ്റ് ചാർജ് രണ്ടാമത്തെ ചാർജ് എത്തിയിട്ടുണ്ട്. അപ്പൊ മൂന്നാമത്തെ ചാർജിനെ ആരൊക്കെ ഒപ്പോസ് ചെയ്യും? മൂന്നാമത്തെ ചാർജിനെ ആരൊക്കെ ഒപ്പോസ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ചാർജ് ഒപ്പോസ് ചെയ്യും, തേർഡ് ചാർജ്, സെക്കൻഡ് ചാർജ് ഒപ്പോസ് ചെയ്യും. അപ്പൊ മൂന്നാമത്തെ ചാർജ് വരുമ്പോൾ വർക്ക് എത്രയാ? 1/4πε0 എല്ലാത്തിലും ഉണ്ട്. മൂന്നാമത്തെ ചാർജ് വരുന്നു. സോ Q3 into ഫസ്റ്റ് ചാർജ് ഒപ്പോസ് ചെയ്യുന്നു. സോ Q3 Q1 by distance പ്ലസ് 1/4πε0. മൂന്നാമത്തെ ചാർജിനെ ആര് ഒപ്പോസ് ചെയ്യും? രണ്ടാമത്തെ ചാർജ് ഒപ്പോസ് ചെയ്യും. Q3 into Q2 by distance. അപ്പൊ വരുന്നവൻ Q3 ആണ്. മൂന്നാമത്തെ ചാർജ് വരുമ്പോ Q3 Q1 ഒപ്പോസ്, Q1 Q3 ഒപ്പോസ് ചെയ്യും. സോ Q3 into Q1 by distance. Q3 ന്റെ സെക്കൻഡ് ചാർജ് ഒപ്പോസ് ചെയ്യും. Q3 into Q2 by distance. ക്ലിയർ? യെസ്. ഇനിയിപ്പോ നാലാമത്തെ ചാർജ് വരുമ്പോ അവിടെ നാലാമത്തെ ചാർജ് Q4 മക്കളെ. Q4 വരുമ്പോ ആരൊക്കെ ഒപ്പോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടാവും അവിടെ? Q4 വരുമ്പോ ആരൊക്കെ ഒപ്പോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടാവും? Q1 നിൽക്കുന്നുണ്ടാവും, Q2 നിൽക്കുന്നുണ്ടാവും, Q3 നിൽക്കുന്നുണ്ടാവും. അപ്പൊ നാലാമത്തെ ചാർജിനെ കൊണ്ടുവരുമ്പോൾ വർക്ക് എത്രയാ? 1/4πε0 എല്ലാത്തിനും ഉണ്ട്. അതിന് പറയണ്ട, ഞാൻ മാറ്റി വെച്ചു. 1/4πε0 എല്ലാത്തിനും മാറ്റി വെക്കും. നാലാമത്തെ ചാർജ് വരുന്നു Q4, Q1 ഒപ്പോസ് ചെയ്യുന്നു. സോ Q4 into Q1 by distance. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്. Q4 into Q2 by distance. കാരണം രണ്ടാമത്തെ ചാർജ് ഒപ്പോസ് ചെയ്യും. Q4 into Q3 by distance. മൂന്നാമത്തെ ചാർജ് ഒപ്പോസ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ല, വളരെ സിമ്പിൾ ആണത്. എങ്ങനെ പറ്റില്ലേ? അത്രയുള്ളൂടാ. പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് 3 ചാർജ്, 4 ചാർജ്, 5 ചാർജ്, 8 ചാർജ്, 10 ചാർജ് എന്ത് വന്നാലും തന്നെ. Is that clear for you? Right. Next. അടുത്ത ഒരു ഭീകര ട്രെൻഡ് പറഞ്ഞു കേട്ടോ. ശ്രദ്ധിക്കുക, ട്രെൻഡുകൾ പറഞ്ഞു ശ്രദ്ധിക്കുക. ഇപ്പോ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്? മക്കളെ ശ്രദ്ധിക്കട്ടോ, ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോ ഞാൻ ആദ്യം ആ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യം ചോദിക്കുകയാണ്, നമ്മൾ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കണ്ടുപിടിച്ചല്ലോ, അത് എന്തിനെ എവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുവരാനുള്ള എനർജിയാണ് അല്ലെങ്കിൽ വർക്കാണ്? ആരെ എവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുവരാനുള്ള വർക്കാണ്? ഇപ്പൊ നമുക്ക് പറയാം പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് 3 ചാർജസ്. നോക്കട്ടാ, potential energy of system of 3 charges. Potential energy of system of 3 charges. മക്കളെ 3 ചാർജുകളുടെ പൊട്ടൻഷ്യൽ എനർജി. ആരൊക്കെയാ 3 ചാർജുകൾ? നോക്കൂ, Q1, Q2, Q3. ഇവർ തുടക്കത്തിൽ എവിടെ ഉണ്ടാവും മക്കളെ? ഒന്ന് പറഞ്ഞു മക്കളെ, ഇവർ തുടക്കത്തിൽ എവിടെയായിരുന്നു? യെസ്, തുടക്കത്തിൽ ഇവർ ഇൻഫിനിറ്റിയിലായിരുന്നു. ആ ഇൻഫിനിറ്റിയിൽ നിന്ന് എനിക്ക് ഇഷ്ടമുള്ള 3 പോയിന്റിലേക്ക്, ഏതൊക്കെയാ? ABC. ആ ABCക്ക് റോളില്ല, വെറുതെ 3 പോയിന്റിലേക്ക് കൊണ്ടുവയ്ക്കണം. അതിന് വേണ്ടിയിട്ടുള്ള വർക്കാണ് എന്ത് എനർജി മക്കളെ? അതിന് വേണ്ടിയിട്ടുള്ള വർക്കാണ് ഏത് എനർജി? ആ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കാണ് ഏത് എനർജി? പൊട്ടൻഷ്യൽ എനർജി. ക്ലിയർ ആണല്ലോ? അതിന് വേണ്ടി കൊണ്ടുവയ്ക്കാനുള്ള വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി. അതിന് ഫസ്റ്റ് ചാർജിനെ കൊണ്ടുവയ്ക്കുമ്പോൾ വർക്ക് എത്രയാ? 0. ഫസ്റ്റ് ചാർജിനെ കൊണ്ടുവയ്ക്കുമ്പോൾ വർക്ക് എത്രയാ? 0. യെസ്. സെക്കൻഡ് ചാർജിനെ കൊണ്ടുവയ്ക്കുമ്പോൾ വർക്ക് എത്ര മക്കളെ? 1/4πε0. സെക്കൻഡ് ചാർജ് വരുന്നു, തടയാൻ നിൽക്കുന്നവർ ഫസ്റ്റ് ബൈ ഡിസ്റ്റൻസ് ആവണം. ഇവർ നമ്മൾ ഡിസ്റ്റൻസ് ആവണം. ക്ലിയർ അല്ലേ? യെസ്. ഇനി മൂന്നാമത്തെ ചാർജ് കൊണ്ടുവയ്ക്കുമ്പോൾ വർക്ക് എത്ര മക്കളെ? മൂന്നാമത്തെ ചാർജ് കൊണ്ടുവയ്ക്കുമ്പോൾ വർക്ക് 1/4πε0 എല്ലാത്തിനും ഉണ്ടത്. Q3 വരുന്നു, Q1 തടയാൻ നിൽക്കുന്നു മക്കളെ. Q3 അവിടേക്ക് വരുന്നു, Q1 തടയാൻ നിൽക്കുന്നു. Q3 വരുന്നു, Q1 തടയാൻ നിൽക്കുന്നു. അവർ നമ്മൾ ഡിസ്റ്റൻസ് R2 എന്ന് വിചാരിച്ചോ. അപ്പൊ Q3 ഇങ്ങോട്ട് വരുന്നു, Q1 തടയാൻ നിൽക്കുന്നു. Q1 അവർ നമ്മൾ ഡിസ്റ്റൻസ് R2, അപ്പൊ R2 എന്ന് എഴുതാം. ക്ലിയർ?
അല്ലേ? യെസ്. ഇനി പ്ലസ് 1/4πε0 Q3 into Q2 അല്ലെ? Q3 വരുമ്പോ Q2 തടയാൻ നിൽക്കും. അവിടെ നമ്മൾ ഡിസ്റ്റൻസ് R3 എന്ന് വിചാരിക്കുക. ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് R3, ഇവിടെയാണ് Q2 എന്നുണ്ടാവുക. ഇത് ക്ലിയർ അല്ലേ നമുക്ക്? ഇത് ക്ലിയർ അല്ലേ നമുക്ക്? ക്ലിയർ അല്ലേ? അത് ക്ലിയർ ആണ്. അപ്പൊ ടോട്ടൽ വർക്ക് എത്രയാണ് മക്കളെ? ടോട്ടൽ വർക്ക് എത്രയാണ്? ടോട്ടൽ വർക്ക് ഞാൻ ഓർമ്മ വരുന്നുണ്ട്. ടോട്ടൽ വർക്ക് ഈക്വൽ ടു ടോട്ടൽ വർക്ക്. ആ ടോട്ടൽ വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി. ടോട്ടൽ വർക്കിംഗ് പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? പൊട്ടൻഷ്യൽ എനർജി 1/4πε0 Q2 Q1 by R1 plus 1/4πε0 Q3 Q1 by R2 plus 1/4πε0 Q3 Q2 by R3. This is total work. Clear ആണല്ലോ? ക്ലിയർ ആണല്ലോ? സം ചെയ്യാം, എല്ലാത്തിനെയും സം ചെയ്യാം. അതാണ് ടോട്ടൽ വർക്ക്. ഇതാണ് ഏത് എനർജി? ഇതാണ് ഏത് എനർജി? ഇതാണ് ഏത് എനർജി? അയ്യോ, ആരോട് ചോദിക്കാം? പൊട്ടൻഷ്യൽ എനർജി. യെസ്, ഇതാണ് പൊട്ടൻഷ്യൽ എനർജി. ആരെ എവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുവരാനുള്ള വർക്ക്? ആരെ എവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുവരാനുള്ള വർക്ക്? ആരെ എവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുവരാനുള്ള വർക്ക്? പറ. അങ്ങനെയൊന്നും ഞങ്ങളോട് ചോദിക്കരുത്. യെസ്, ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു പോയിന്റ്സ് അല്ലെ? ഇൻഫിനിറ്റി നിന്നുള്ള ചാർജുകളെ പോയിന്റിൽ കൊണ്ടുവരാനുള്ള വർക്ക് ഇത്. ഇൻഫിനിറ്റി ചാർജുകളെ പോയിന്റിൽ കൊണ്ടുവരാനുള്ള വർക്ക് ഇത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചിലപ്പോൾ തിരിക്കും മക്കളെ. പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാൻ നോക്കിട്ടോ. പരീക്ഷയ്ക്കുള്ള ചോദ്യം ഞാൻ പറഞ്ഞേ. ഈ 3 ചാർജുകൾ ഇപ്പോ ഇവിടെ നിൽക്കുന്നുണ്ട്. Q1 Q2 Q3 എന്ന് പറഞ്ഞ 3 ചാർജുകൾ നിൽക്കുന്നുണ്ട്. ഇവരെ ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോകാനുള്ള വർക്ക് എത്രയാണ്? ഇവർ ഓൾറെഡി ആ 3 ചാർജുകൾ Q1 Q2 Q3 ABC എന്ന് പറഞ്ഞ 3 പോയിന്റ് എത്തുന്നുണ്ട്. ഇവരെ ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോകാനുള്ള വർക്ക് എത്രയാണെന്ന് ചോദിക്കും. ഇവരെ ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടുപോകാനുള്ള വർക്ക് എത്രയാണെന്ന് ചോദിക്കും. ആരെ? ഈ 3 ചാർജുകൾ. നമ്മൾ എന്താ പഠിച്ചേ? നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞ പഠിച്ചെന്നില്ല മക്കളെ. ഇൻഫിനിറ്റി നിന്ന് ഈ 3 പോയിന്റിലേക്ക് കൊണ്ടുപോകാനുള്ള വർക്ക് പഠിച്ചത്. നമ്മൾ പഠിച്ചെന്താ? ഇൻഫിനിറ്റി നിന്ന് ഈ 3 പോയിന്റിലേക്ക് കൊണ്ടുവയ്ക്കാനുള്ള വർക്ക് നമ്മൾ പഠിച്ചു. അത് നമുക്ക് കണ്ടെത്താം അല്ലെ? അത് നമുക്ക് കണ്ടുപിടിക്കാം. ആ 3 പോയിന്റിലേക്ക് ഇൻഫിനിറ്റി നിന്ന് കൊണ്ടുവരാനുള്ള വർക്ക് നമുക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ. പക്ഷെ പരീക്ഷയ്ക്ക് പ്രോബ്ലം ചോദിക്കാന്ന് പറയും, തിരിച്ചു കൊണ്ടുപോകാനുള്ള വർക്ക് എത്രയാണെന്ന് ചോദിക്കും. ഈ 3 പോയിന്റുള്ള ചാർജുകളെ തിരിച്ച് ഇൻഫിനിറ്റി കൊണ്ടുപോകാനുള്ള വർക്ക് എത്രയാണെന്ന് നിങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട മക്കളെ. നിങ്ങൾ ആകെ കൂടി ചെയ്തു. നിങ്ങൾക്ക് ഇതറിയാം. ഇതെന്താ? ഇത് ഇൻഫിനിറ്റി നിന്നുള്ള 3 ചാർജുകളെ 3 പോയിന്റിലേക്ക് കൊണ്ടുപോകാനുള്ള വർക്കാണ് കേട്ടോ. അതാണ് പൊട്ടൻഷ്യൽ എനർജി. നിങ്ങൾ ആ വർക്ക് കണ്ടുപിടിക്കുക. എന്നിട്ട് അവിടുത്തെ സൈൻ എന്ത് ചെയ്യുക? മാറ്റി കൊടുക്കുക. സൈൻ മാറ്റി കൊടുക്കുക. പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് കൊടുക്കുക, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയി കൊടുക്കുക കേട്ടോ. സൈൻ എന്ത് ചെയ്യാം? മാറ്റി കൊടുക്കുക. അപ്പോ ഇൻഫിനിറ്റിയിൽ നിന്ന് 3 പോയിന്റിലേക്ക് കൊണ്ടുപോകാനുള്ള വർക്ക് ആണ് പൊട്ടൻഷ്യൽ എനർജി. അത് നമുക്ക് കിട്ടിയെങ്കിൽ അതിന്റെ സൈൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ, സൈൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 പോയിന്റിൽ നിന്ന് തിരിച്ചവിടേക്ക് പോകാനുള്ളത് കിട്ടും മക്കളെ. ഇൻഫിനിറ്റിയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള വർക്ക് കിട്ടും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? യെസ്. അപ്പൊ ഇൻഫിനിറ്റിയിൽ നിന്നും 3 പോയിന്റിലേക്ക് കൊണ്ടുപോകാനുള്ള വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിയുടെ നെഗറ്റീവ് സൈൻ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തിരിച്ചെടുത്ത് പോകാൻ കിട്ടും. അപ്പൊ പരീക്ഷയ്ക്ക് ഇവിടെ നമ്മൾ തിരിച്ചു പോകാൻ ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ ഇതിനൊന്നും ഇക്വേഷൻ ഞങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? സൈൻ എന്ത് ചെയ്യാം? ഒന്ന് മാറ്റി കൊടുക്കും. ക്ലിയർ ആയോ മക്കളെ? സൈൻ മാറ്റി കൊടുത്ത് നമുക്ക് എന്ത് കിട്ടും? അത് കിട്ടും. ക്ലിയർ? അപ്പൊ അതാണ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോ ഒരു 2 ചാർജുകളെ അല്ലെങ്കിൽ 3 ചാർജുകളെ 3 പോയിന്റിൽ നിന്ന് ഇൻഫിനിറ്റി കൊണ്ടുപോകാനുള്ള വർക്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുക. എന്നിട്ട് സൈൻ മാറ്റാം. ക്ലിയർ? മാറ്റട്ടെ? യെസ്. അപ്പൊ അത് ആ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, റൈറ്റ്. സൈൻ മാറ്റി കൊടുക്കുക എന്നുള്ള കാര്യം ഒക്കെ നോക്കി വെച്ചോ. ഇനി അടുത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നതാണ്. ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ എക്സാമും, അതിപ്പോ വെതർ ബോർഡ് ആണെങ്കിലും അതെ, ഇതിപ്പോ എൻട്രൻസ് ആണെങ്കിലും അതെ, എന്തും സ്കോർ ചെയ്യാൻ പറ്റും. ഈ സാധാരണ ഈ എൻട്രൻസ് ട്രെയിനിങ്ങിനോട് കുറെ പേര് എനിക്ക് വേണ്ട എന്നൊക്കെ പറയും. പക്ഷേ ഈ എൻട്രൻസിന്റെ പ്രോബ്ലംസ് ആണ് നമ്മുടെ ബോർഡ് എക്സാമിന് അപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുന്നത്. അപ്പൊ ഈ ബോർഡ് എക്സാമിന് അപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മനസ്സിലാവണമെങ്കിൽ നമുക്ക് കുറച്ച് എൻട്രൻസ് പോയിന്റുകളും എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻസ് പറഞ്ഞിരുന്നേ പറ്റും. മനസ്സിലായോ? അതാണ് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചു പോകുന്ന ആൾക്കാർ, സ്കൂളിലെ നോട്ട് മാത്രം പഠിച്ചു പോകുന്ന ആൾക്കാർക്ക് ഫിസിക്സ് എക്സാം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് നിങ്ങളെ എല്ലാ ചേട്ടന്മാരോട് ചോദിച്ചോ. ഇപ്പൊ കഴിഞ്ഞ ഇറങ്ങിയ ചേട്ടന്മാരോട് ചോദിച്ചാൽ നിങ്ങൾ പറയും ഫിസിക്സ് ഭയങ്കര മോശമാണ് എന്ന് പറയും. പ്രത്യേകിച്ച് CBSE അവസ്ഥ കൊണ്ടാണ്.
പ്രത്യേകിച്ച് മോശമായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയോ? ഇവര് നോട്ട് പഠിക്കും, തിയറി ഭാഗങ്ങളൊക്കെ പഠിച്ചു. പക്ഷെ ചോദിക്കുന്നത് കുറച്ച് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഈ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുമ്പോൾ അയ്യോ നമ്മൾ കേട്ടുപോലില്ല. ആ പക്ഷെ മറ്റൊരു കേട്ടിട്ടുണ്ടാവും, ആര്? ഈ എൻട്രൻസ് കോച്ചിങ് ആൾക്കാർ, അല്ലെങ്കിൽ ഇത് പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാർ, ഇവർ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത് കാരണം എന്താ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ, നമ്മളത് പഠിച്ചേ പറ്റൂ കേട്ടോ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ, മറ്റൊരു ഉപകാരപ്രദം. അപ്പൊ അതേക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ ആ സാർ പറഞ്ഞേ കേട്ടോ. ഇൻഫിനിറ്റിയിൽ നിന്ന് കൊണ്ടുവരാനുള്ള വർക്ക് പൊട്ടൻഷ്യൽസ്, തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള വർക്ക് നമ്മൾ ചിന്തിക്കില്ല. സാധാരണ സ്കൂളിലെ കുട്ടികൾ അങ്ങനെ ചിന്തിക്കില്ല. പക്ഷെ എൻട്രൻസിന് ഞങ്ങൾ ചോദ്യം ചോദിക്കും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു നെഗറ്റീവ് ഇട്ട് കൊടുക്കണം, അല്ലെ, സൈൻ മാറ്റി കൊടുക്കണം, അത്രേ ഉള്ളൂ. യെസ്. ഇനി അതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ പറയാം. നോക്കൂ. യെസ്. ഇവിടെ Q1, Q2, Q3 എന്ന് പറയുന്ന 3 ചാർജുകൾ. Q1, Q2, Q3 എന്ന് പറയുന്ന 3 ചാർജുകൾ ഒരു ട്രയാങ്കിളിന്റെ ഇരിക്കുന്നുണ്ട്. ഇക്വിലാറ്റർ ട്രയാങ്കിൾ എന്ന് വിചാരിച്ചു. L 3 സൈഡും എല്ലായിട്ടുള്ള ഇക്വിലാറ്റർ ട്രയാങ്കിൾ ആണ്. സോ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി? മക്കളെ ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി? നമ്മൾ എങ്ങനെയാണ് പിടിക്കുക? നമ്മൾ ആദ്യം ഫസ്റ്റ് ചാർജിനെ കൊണ്ടുവരണം. ഫസ്റ്റ് ചാർജ് കൊണ്ടുവരുമ്പോൾ എത്രയാ മക്കളെ? 0 അല്ലെ? ഫസ്റ്റ് ചാർജ് Q1 0. രണ്ടാമത്തെ ചാർജ് കൊണ്ടുവരുമ്പോൾ 1/4π0 Q1 Q2 by L. മൂന്നാമത്തെ ചാർജ് വരുമ്പോൾ 1/4π0 Q3 Q1 by L Q3 Q2 by L. ഇതെങ്ങനെയല്ലേ ചെയ്യാറ്? അല്ലെ? അതല്ലേ ചെയ്യാറ്? യെസ്, അതാണ് ചെയ്യാറ്. അപ്പൊ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി നമുക്ക് അറിയാം. അപ്പൊ ചോദിക്കാം. പക്ഷെ നമ്മുടെ പരീക്ഷയ്ക്ക് എങ്ങനെയല്ല ചോദിക്കാം. നമ്മുടെ പരീക്ഷയ്ക്ക് എങ്ങനെ ചോദിച്ചാൽ 3 ചാർജുകൾ, ഈ 3 ചാർജുകൾ ഇങ്ങനെ എവിടേക്കാണെന്ന് അറിയുക? ഒരു ഇക്വിലാറ്റർ ട്രയാങ്കിളിലായി. ഈ 3 ചാർജുകളെ ഞാൻ കുറച്ചും കൂടി വലിയ ഒരു ഇക്വിലാറ്റർ ട്രയാങ്കിളിന്റെ വെർട്ടെക്സിലേക്ക് മാറ്റും. സോ ഇവിടെ Q1 മക്കളെ, ഇവിടെ Q2, ഇവിടെ എന്താണ് മക്കളെ? Q3. കുറച്ചുകൂടി ലെങ്ത് കൂടിയിട്ടാണ് നമ്മുടെ ഇക്വിലാറ്റർ ട്രയാങ്കിളിന്റെ വെർട്ടെക്സിനെ കുറച്ച് സൈഡുകൾ കുറച്ചുകൂടി ലെങ്ത് കൂടി 12 ആക്കി മാറ്റും. അപ്പോ എന്നിട്ട് അവർ പരീക്ഷയ്ക്ക് ചോദിക്കും. എന്താ പരീക്ഷയ്ക്ക് ചോദിക്കാൻ അറിയോ? ഈ 3 ചാർജുകളെ ഇവിടേക്ക് മാറ്റാൻ വേണ്ട വർക്ക് എത്രയാണ്? അതായത് ചെറിയ ട്രയാങ്കിളിൽ നിന്ന് ചാർജുകളെ വലിയ ട്രയാങ്കിളിലേക്ക് എത്തിക്കാനുള്ള വർക്ക് എത്രയാണെന്ന് ചോദിക്കും. ദൈവമേ, നമ്മളിത് കേട്ടിട്ടില്ല. ഇങ്ങനൊരു ഇക്വേഷൻ ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ചെറിയൊരു ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? വലിയൊരു ട്രയാങ്കിളിലേക്ക് മാറ്റാനുള്ള വർക്ക് എത്രയാണെന്ന് ചോദിക്കും. ചെറിയ ട്രയാങ്കിളിൽ നിന്ന് മക്കളെ വലിയ ട്രയാങ്കിളിലേക്ക് മാറ്റാനുള്ള വർക്ക് ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ചെറിയ ട്രയാങ്കിളിലുള്ള പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാം. അറിയാലോ? പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. 3 ചാർജുകൾ ചെറിയ ട്രയാങ്കിൾ നിൽക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കണ്ടുപിടിക്കാം. വലിയ ട്രയാങ്കിളിന്റെ പൊട്ടൻഷ്യൽ എനർജി നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. വലിയ ട്രയാങ്കിളിന്റെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാം കേട്ടോ. അപ്പൊ എന്താ ചെയ്തത്? ചെറിയ ട്രയാങ്കിളിന്റെ ഇനീഷ്യലി ആ ചാർജിൽ നിൽക്കുന്ന ചെറിയ ട്രയാങ്കിളിന്റെ ആ സമയത്തുള്ള പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ചു. എന്നിട്ട് വലിയ ട്രയാങ്കിളിലേക്ക് പോകുമ്പോൾ ആ വലിയ ട്രയാങ്കിൾ സമയത്തുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ത് ചെയ്യാം മക്കളെ? കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ 2 പൊട്ടൻഷ്യൽ എനർജികൾ തമ്മിൽ മൈനസ് ചെയ്യാം. ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി, ഇത് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി അല്ലെ? തുടക്കത്തില് ചെറിയ ട്രയാങ്കിൾ ആയിരുന്നു, വലിയ ട്രയാങ്കിളിലേക്ക് മാറ്റുന്നു ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ എന്താ ചെയ്യാം നമ്മളെ? ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി ഗംഭീരം. യു വിൽ ഗെറ്റ് വർക്ക് ഡൺ. നമുക്ക് ഇത് കിട്ടും, വർക്ക് കിട്ടും കേട്ടോ. അപ്പൊ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ ചെയ്യുന്ന വർക്ക്. അപ്പൊ ചെറിയ ട്രയാങ്കിളിൽ നിന്ന് വലിയ ട്രയാങ്കിളിലേക്ക് മാറ്റുന്നു, അല്ലെങ്കിൽ ചെറിയ സ്ക്വയറിൽ നിന്ന് വലിയ സ്ക്വയറിലേക്ക് മാറ്റുന്നു, അല്ലെങ്കിൽ 2 ചാർജുകൾ ഒരു ഡിസ്റ്റൻസിൽ നിന്ന് കുറച്ചുകൂടി അകത്തുന്നു. അങ്ങനെയൊക്കെ ചോദ്യം വരുന്നേ. നമ്മള് കുറച്ച് ഇക്വേഷൻസിൽ ബൗണ്ട് ചെയ്ത് നിൽക്കാൻ ശ്രദ്ധിക്കാം. Q1 Q2 ആ ഒരു ഡിസ്റ്റൻസ് ആയിരുന്നു. അവർ നമ്മൾ Q1 Q2 കുറച്ചുകൂടി വലുതാക്കി ആ 2 ഡിസ്റ്റൻസിലേക്ക് ഒന്ന് അകത്തി. വാട്ട് ഇസ് ദ വർക്ക് ഡൺ ഫോർ ദാറ്റ്? എന്ന് ചോദിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ തുടക്കത്തിലുള്ള പൊട്ടൻഷ്യൽ എനർജി, ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി, ഡിഫറൻസ് ചെയ്യുക, ഫൈനൽ മൈനസ് ഇനിഷ്യൽ. ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ. So work done in that case equal to change in potential energy. Final potential energy minus initial potential energy. Is that clear? Clear or not? Yes. അപ്പൊ അങ്ങനെയുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതാം കേട്ടോ. ഫൈനൽ മൈനസ് ഇനീഷ്യൽ ഒക്കെ ഓർമ്മിച്ച് വെച്ചോളാം. ഫൈനൽ മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നമ്മളെ? മാർക്ക് കിട്ടും. യെസ്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത പറയട്ടെ. ഒരു ചെറിയ കാര്യം പറയാലോ. ഒരു ചെറിയ കാര്യം പറയാം മക്കളെ. ഒരു ഇലക്ട്രിക് ഫീൽഡ് വരുന്നു. അപകടം എന്താ?
നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു അപകടം എത്തി നോക്കുന്നു. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ചതി. സോ ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഓൾറെഡി കേട്ടോ, ഇലക്ട്രിക് ഫീൽഡ് അവിടെ കാണുന്നുണ്ടല്ലോ. യെസ്, ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു പോയിന്റ് എടുത്തിരിക്കുന്നു എ. ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റ് എടുത്തിരിക്കുന്നു മക്കളെ എ. ഇൻഫിനിറ്റിയിൽ ആരുണ്ട്? Q1 എന്ന് പറഞ്ഞ ചാർജ്. ഇൻഫിനിറ്റിയിൽ ആരുണ്ട്? Q1 എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്. അപ്പൊ ഇൻഫിനിറ്റിയിലെ Q1 എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട് മക്കളെ. ഈ ഇൻഫിനിറ്റിയിലെ ഈ Q1 എന്ന് പറഞ്ഞ ചാർജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. എ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. അവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ? അവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ? അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് പോലെയല്ല. നേരത്തെ പറഞ്ഞത് Q1 കൊണ്ടുവരുമ്പോ ആരും ഇല്ല, അവിടെ ഒന്നുമില്ലാത്തടത്തേക്കാണ് മക്കളെ Q കൊണ്ടുവരുന്നത്. യൂസ് യുവർ ബ്രെയിൻ, യൂസ് യുവർ ബ്രെയിൻ, യൂസ് യുവർ ബ്രെയിൻ ആൻഡ് യൂസ് യുവർ കോമൺ സെൻസ്. കേട്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് ചാർജിനെ കൊണ്ടുവരുമ്പോ വർക്ക് സീറോ. നമ്മൾ നേരത്തെ ഫസ്റ്റ് ചാർജിനെ കൊണ്ടുവരുമ്പോ വർക്ക് സീറോ എന്ന് പറയുമ്പോൾ എപ്പോഴാ? ഫസ്റ്റ് ചാർജ് വരുന്നേക്ക് മുമ്പ് അവിടെ ആരുമില്ല. ഫസ്റ്റ് ചാർജ് വരുന്നേക്ക് മുമ്പ് അവിടെ ആരുമില്ല. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പോ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. So if we bring a first charge, Q1 charge from infinity to a point in an electric field, we have to perform some amount of work. നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു മക്കളെ ഒരു വർക്ക് ചെയ്യേണ്ടി വരും. കേട്ടോ, അപ്പൊ ഫസ്റ്റ് ചാർജിനെ കൊണ്ടുവരാൻ എല്ലാ കേസിലും വർക്ക് ഇല്ലാന്നല്ല കേട്ടോ, ചില കേസുകളിൽ വർക്ക് ഉണ്ട്. കേട്ടോ, ഏത് കേസിലേക്കാ? അതിനൊരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് കൊണ്ടുവരുന്ന കേസിൽ വർക്ക് ഉണ്ട്. കാരണം അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഓൾറെഡി പ്രസന്റ് ആണ്, നേരത്തെ പോലെയല്ല. ക്ലിയർ അല്ലേ? യെസ്. മക്കളെ, ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് പൊട്ടൻഷ്യൽ ബി എന്ന് വിചാരിച്ചോ. എ എന്ന് പറഞ്ഞ പോയിന്റ് പൊട്ടൻഷ്യൽ ബി എന്ന് വിചാരിച്ചോ. ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചതുണ്ടാ. എ എന്ന് പറഞ്ഞ പോയിന്റ് പൊട്ടൻഷ്യൽ ബി ആണെങ്കിൽ വാട്ട് ഇസ് വർക്ക്? എത്രയായിരിക്കും വർക്ക്? എ എന്ന് പറഞ്ഞ പോയിന്റ് പൊട്ടൻഷ്യൽ ബി ആണെന്ന് വിചാരിക്കണം. അപ്പൊ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡിനുള്ളിൽ ഒരു പോയിന്റ് ആണ് എ. എ എന്ന് പറയുന്ന പോയിന്റിൽ എന്തുണ്ട്? ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, നമ്മുടെ ബി ആണ്. സോ ആ ബി എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ പോയിന്റിലേക്കാണ് Q1 എന്ന് പറഞ്ഞ ചാർജിനെ നമ്മൾ കൊണ്ടുവയ്ക്കണം ഇൻഫിനിറ്റി. സോ വാട്ട് ഇസ് വർക്ക്? പറ, എത്രയായിരിക്കും വർക്ക്? നമ്മൾ നേരത്തെ പറഞ്ഞതാ. എത്ര പേർക്ക് പറയാൻ പറ്റും നോക്കട്ടെ. അങ്ങനെയൊന്നും പറയരുത് അല്ലെ? യെസ് യെസ് യെസ്. പൊട്ടൻഷ്യൽ വർക്ക് ഈസ് ഈക്വൽ ടു മക്കളെ Q1 into V. വർക്ക് ഈസ് ഈക്വൽ ടു മക്കളെ Q1 into V. Yes, Q1 into V. കുറെ പേര് പറഞ്ഞു. വെരി ഗുഡ്. കേട്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞു പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ആരെ കൊണ്ടുവരാൻ വർക്കാ? നമ്മൾ പറഞ്ഞു ഡെഫിനിഷൻ പ്രകാരം V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ആരെ കൊണ്ടുവരാൻ വർക്കാ? 1 കൂളം ചാർജിനെ കൊണ്ടുവരാൻ വർക്കാ. What is potential? What is potential? Potential is the work done to bring one positive charge from infinity to a point. അല്ലേ? ഒരു കുളം ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്കാണ് പൊട്ടൻഷ്യൽ. ഒരു 10-100 തവണ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരു കുളം ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്കാണ് പൊട്ടൻഷ്യൽ. ഒരു കുളം ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്കാണ് പൊട്ടൻഷ്യൽ. അപ്പൊ V എന്ന് പറയുന്നത് ഒരു കുളം ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്കാണ്. നമ്മൾ കൊണ്ടുവരുന്ന എത്ര ചാർജ്? Q1 ചാർജ് ആണ്. അപ്പൊ ഒരു കുളം ചാർജിനെ കൊണ്ടുവരാൻ V വർക്ക് വേണമെങ്കിൽ, ഒരു കുളം ചാർജിനെ കൊണ്ടുവരാൻ V വർക്ക് വേണമെങ്കിൽ Q1 എന്ന് പറഞ്ഞ ചാർജിനെ കൊണ്ടുവരാൻ എത്ര വർക്ക് വേണം? Q1 into V എന്ന് പറഞ്ഞ വർക്ക് വേണം. Is that clear? ക്ലിയർ ആയോ? സോ Q1 into V എന്ന് പറയുന്നത് എന്ത് വേണം മക്കളെ? വർക്ക് വേണം. സോ ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി. Is that clear? മക്കളെ, അപ്പൊ അവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പൊ ഒരു ചാർജ് മാത്രമല്ല, ഒരു ചാർജ് വന്നിട്ടും പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകാം. ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നേരത്തെ പറഞ്ഞു. നേരത്തെ നമ്മൾ തുടക്കമായ കാരണം നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ടെന്ന് വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ചാർജ് ഉണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പറയുന്നു ഒരു ചാർജ് ഉണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകാം. പക്ഷെ ആ ചാർജ് എവിടേക്ക് എത്തിക്കണം? അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ആരാ പറഞ്ഞ? രോഹിത്, വെരി ഗുഡ്. അവിടെ എന്ത് വേണം? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകണം. യെസ്, എല്ലാവരും പറയുന്നുണ്ട്. ശ്രീറാം പറയുന്നുണ്ട്, അഭിമന്യു ഗുഡ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഒരു ചാർജിനെ കൊണ്ടുവയ്ക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലേക്ക് ചാർജിനെ കൊണ്ടുവയ്ക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി? Q1 into V. Is that clear? Is that clear for you? മക്കളെ, ക്ലിയർ ആയ? അങ്ങനെയൊന്നും ചോദിക്കരുത് സാർ. യെസ്, ഓക്കെ. ഇനി ഞാൻ കുറച്ചുകൂടി ചിന്തയുള്ള എല്ലാവരും ശ്രദ്ധിക്കാം. കുറച്ച് ബോധം ഉപയോഗിച്ചിട്ട് വേണം ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ. യെസ്,
ഇവിടെ ഓൾറെഡി ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ശ്രദ്ധിക്കണ്ട, കുറച്ച് ചിന്തിക്കണേ. ഇവിടെ ഓൾറെഡി ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. യെസ്, ആ ഇലക്ട്രിക് ഫീൽഡിൽ 2 പോയിന്റുകളാണ് എയും ബി. 2 പോയിന്റ് ഇരിക്കുന്നു എയും ബിയും. എയിലെ പൊട്ടൻഷ്യൽ V1 കൊടുക്കാം, ബിയിലെ പൊട്ടൻഷ്യൽ കൊടുക്കാം നമ്മളെ V2 കൊടുക്കാം. ഈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ആണ് നമ്മളെ V1 V2. അപ്പൊ എയിലെ പൊട്ടൻഷ്യൽ V1, ബിയിലെ പൊട്ടൻഷ്യൽ എന്താണ് നമ്മളെ V2 ആണ്. 2 ചാർജ് ഇൻഫിനിറ്റിയിലുണ്ട്. ഇൻഫിനിറ്റി 2 ചാർജ് ഉണ്ട്, Q1 ഉം Q2. Q1 ഉം Q2. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി? മക്കളെ, ആ 2 ചാർജുകളെ എയിലേക്ക് ബിയിലേക്ക് കൊണ്ടുപോയിക്കുമ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് ചോദിക്കാം. കേട്ടാ, എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് ചോദിക്കാം. നിങ്ങൾ പേടിക്കണം. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഓൾറെഡി ഉണ്ടാവേ. ഇലക്ട്രിക് ഫീൽഡിൽ 2 പോയിന്റ് ആണ് എയും ബിയും. എയിലെ പൊട്ടൻഷ്യൽ V1 ഉം ബിയിലെ പൊട്ടൻഷ്യൽ എന്താണ് മക്കളെ V2 ആണ്. Q1 Q2 എന്ന് പറയുന്ന ചാർജുകൾ ഓൾറെഡി ഇൻഫിനിറ്റി ഉണ്ട്. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി if we bring this Q1 and Q2 to points A and B which is inside the electric field? ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ആരെ കൊണ്ടുവരണ്ടേ? നിങ്ങൾ പറഞ്ഞനുസരിച്ച് ഞാൻ ചെയ്യുള്ളൂ. നമുക്ക് ആദ്യം ആരെ കൊണ്ടുവരാം? നമുക്ക് ആദ്യം ആരെ കൊണ്ടുവരാം? Q2. രോഹിത്തെ Q2 കൊണ്ടുവരാം. Q1 ഇനി ഇടിച്ചാ രോഹിത്തിനെ. നേരത്തെ ഞാൻ നല്ലത് പറഞ്ഞതാ. യെസ്, ആരെ കൊണ്ടുവരണേ? യെസ്, നമുക്ക് Q1 കൊണ്ടുവരാം. മക്കളെ, Q1 ഞാൻ എയിൽ കൊണ്ടുവച്ചു. Q1 ഞാൻ എയിൽ കൊണ്ടുവച്ചു അല്ലെ. ഫസ്റ്റ് ഞാൻ ആരെ കൊണ്ടുവച്ചു മക്കളെ? Q1 കൊണ്ടുവച്ചു. വർക്ക് ഉണ്ടോ മക്കളെ? ഫസ്റ്റ് ചാർജ് കൊണ്ടുവരുമ്പോ വർക്ക് ഉണ്ടാവൂടാ? 0 അല്ല വരിക. 0 അല്ല വരിക. വർക്ക് ഉണ്ടാവൂല? ഉണ്ടാവും. 0 അല്ല. കാരണം എന്താ? അവിടെ ഓൾറെഡി ഇലക്ട്രിക് ഫീൽഡ് ഉള്ള കാരണം. യെസ്, ഗുഡ്. ഇലക്ട്രിക് ഫീൽഡ് ഉള്ള കാരണം ഉണ്ട്. അപ്പൊ എത്ര വർക്ക് വന്നു പറഞ്ഞേ? ഫസ്റ്റ് ചാർജിനുള്ള വർക്ക് പറഞ്ഞേ. ഫസ്റ്റ് ചാർജിനുള്ള വർക്കിന്റെ ഇക്വേഷൻ പറയാം. വർക്ക് ഈക്വൽ ടു വർക്കിന്റെ ഇക്വേഷൻ പറയാം. യെസ്, Q1 into V1 അല്ലെ. Q1 ചാർജിന് കൊണ്ടുതന്നെ V1 പൊട്ടൻഷ്യൽ കൊണ്ടുതന്നെ. സോ വർക്ക് ഈസ് ഈക്വൽ ടു Q1 V1. യെസ്, വെരി ഗുഡ്. Q1 V1. യെസ്, എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ പൊരികളാണ് കേട്ടോ. നിങ്ങൾ വളരെയധികം ഞാൻ ഉദ്ദേശിച്ചേക്കാൾ ബുദ്ധിമാന്മാരുണ്ട്. യെസ്, Q1 into V1. യെസ്, ഇനി ആരെ കൊണ്ടുവരുന്നു? Q2 കൊണ്ടുവരുന്നു. ഇവിടെ നിങ്ങളുടെ ബുദ്ധി പറഞ്ഞേ. നമ്മൾ ആരെ കൊണ്ടുവരും മക്കളെ? അടുത്ത ആരെ കൊണ്ടുവരുന്നേ? Q2 കൊണ്ടുവരുന്നേ. സോ വാട്ട് ഈസ് വർക്ക്? ആലോചിച്ചോ. Q2 കൊണ്ടുവരുമ്പോൾ വർക്ക് മക്കളെ A B നമ്മൾ ഡിസ്റ്റൻസ് ഉണ്ടാ. ഞാൻ പറയാൻ പോയി. A B നമ്മൾ ഡിസ്റ്റൻസ് ഉണ്ടാ. സോ Q2 കൊണ്ടുവരുമ്പോൾ വർക്ക് എത്ര? Q2 കൊണ്ടുവരുമ്പോൾ വർക്ക് എത്ര? Q2 കൊണ്ടുവരുമ്പോൾ വർക്ക് പറ. Q2 കൊണ്ടുവരുമ്പോൾ വർക്ക്. Q2 ആരൊക്കെ തടയാൻ നിൽക്കുന്നുണ്ടാവും മക്കളെ? ആരൊക്കെ തടയാൻ നിൽക്കുന്നുണ്ട്? അതാലോചിച്ച് പറ. ഞാൻ ആ ക്വസ്റ്റ്യൻ പറഞ്ഞു. Q2 ആരൊക്കെ തടയാൻ നിൽക്കുന്നുണ്ട്? Q1 മാത്രമാണ് ഉള്ളത്. Q1 മാത്രമാണ് ഉള്ളത്. രാജശ്രീ, Q1 മാത്രമാണുള്ളത്. Q1 മാത്രമാണോ? അല്ല. Q1 അപ്പുറത്ത് ആരുണ്ട് മക്കളെ? ഒരു ഇലക്ട്രിക് ഫീൽഡ് നിൽക്കുന്നുണ്ട്. യെസ്. അപ്പോ Q2 വരുന്നത് മക്കളെ Q1 തടയാൻ. ഇപ്പൊ Q1 ഇവിടെ എത്തിക്കഴിഞ്ഞു. ഏത് പറഞ്ഞ പോയിന്റ് Q1 എത്തിക്കഴിഞ്ഞു. അപ്പൊ Q2 വരുമ്പോ ആരൊക്കെ തടയാൻ നിൽക്കുന്നുണ്ട്? Q1 തടയാൻ നിൽക്കുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് തടയാൻ നിൽക്കുന്നുണ്ട്. സോ ഇലക്ട്രിക് ഫീൽഡ് തടയുന്ന വർക്ക് Q2 V2 ആണ്. സംശയം ഇവിടുത്തെ വോൾട്ടേജ് V2 ആണ്. അതിന് പൊട്ടൻഷ്യൽ V2 ആണ്. സോ Q2 V2 അതാണ് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന വർക്ക്. Q2 V2. യെസ്, ഇനി ആര് തടയാൻ നിൽക്കുന്നുണ്ടാവും? Q1. അതെത്രയാ? 1/4π0. മക്കളെ, Q1 Q2 by R. ക്ലിയർ അല്ലേ? 1/4π0 Q2 Q1 by R. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോ Q2 ആരൊക്കെ തടയാൻ നിൽക്കുന്നുണ്ട്? Q2 ഇലക്ട്രിക് ഫീൽഡ് തടയാൻ നിൽക്കുന്നുണ്ട്. പോരാത്തതിന് ഓൾറെഡി അവിടെ എത്തിയിട്ടുള്ള Q1 തടയാൻ നിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് തടയുന്ന ഇക്വേഷൻ എന്താ മക്കളെ? Q2 V2. അയ്യോ, വളരെ സിമ്പിൾ. Q2 V2. ഇനി Q1 തടയുന്ന ഇക്വേഷൻ എന്താ? 1/4π0 Q1 Q2 by R. Q1 Q2 by R. ഇസ് ഇറ്റ് ക്ലിയർ? മക്കളെ, ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? യെസ്. അപ്പൊ വാട്ട് ഈസ് ടോട്ടൽ വർക്ക്? പറഞ്ഞേ, ടോട്ടൽ വർക്ക് എത്രയാണ്? ടോട്ടൽ വർക്ക് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ഈക്വൽ ടു ഫസ്റ്റ് ചാർജ് വരുമ്പോ Q1 V1 പ്ലസ് സെക്കൻഡ് ചാർജ് വരുമ്പോ Q2 V2 പ്ലസ് 1/4π0 Q1 Q2 by R. 1/4π0 Q1 Q2 by R. This is the total work. That is potential energy. Is that clear? Clear ആയോ? Yes. Yes. അപ്പോ നമുക്ക് ഇന്ന് ഏകദേശം ഇതോടുകൂടി നമുക്ക് നിർത്താം.
ഓക്കെ.